എല്ലാവരും ഓരോരോ ആഡിയോയും വീഡിയോ ഒക്കെ ഓഫാണ്, അതുകൊണ്ട് ഇനി പ്രത്യേകം പറയുന്നില്ല. ഇവിടെ കേൾക്കാമല്ലോ? കേൾക്കാം സാർ. ഓക്കെ തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 20 ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്തോളൂ, ബാക്കി 24 ക്വസ്റ്റ്യനോളം ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ റൂട്ടുകളിലോട്ട് പോവുകയാണ്. ഇന്ന് പറയുന്നത് റൂട്ടുകൾ, ഹൈഡ്രോ കാർബണിന്റെ റൂട്ടും സെക്കൻഡറിയിലെ റൂട്ടുകളും ഏതൊക്കെ കോമ്പൗണ്ട് റൂട്ടാണ് പഠിക്കാനുള്ളത് എന്നും, പിന്നെ നെയിമിങ്ങിന്റെയും നമ്മൾ പഠിച്ച കുറച്ച് മെക്കാനിസത്തിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചെയ്ത ക്വസ്റ്റ്യൻസും അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും പറഞ്ഞിട്ട് റൂട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നോക്കിക്കൊള്ളാം. 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ക്വസ്റ്റ്യന് ലാസ്റ്റ് സെഷൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് ലാസ്റ്റ് സെഷൻ, അതായത് പിന്നെ 3 സെഷൻ ഉണ്ടെങ്കിൽ അതിലെ ലാസ്റ്റ് സെഷൻ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കാം. ഇപ്പം ചെയ്യാൻ എടുക്കുന്നില്ല. ഇപ്പൊ ഇപ്പം ആൾക്കാർ വരുന്നത് വരെ നോക്കിക്കോളാം. ഞാൻ ഇതുവരെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാണ്. അപ്പൊ അത് ആ 24 ക്വസ്റ്റ്യൻ അല്ലാതെ ചോദിച്ചിട്ടുള്ളത് IUPAC നെയിമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ കുറച്ച് IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ. ഒന്ന്, അടച്ചൊന്നും ഇടണ്ടായി. ഈ കോമ്പൗണ്ട് റൈറ്റ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ചോദിച്ചേക്കാണ്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം, കോമ്പൗണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, CH2 ഇതല്ല. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എങ്ങനെ എഴുതും? ഇതൊരു എപ്പോക്സി കോമ്പൗണ്ട് ആണ്. ഇങ്ങനെ വരുമ്പോൾ ഈ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്നതാണ് എപ്പോക്സി കോമ്പൗണ്ട്. ദിസ് ഈസ് ആൻ എപ്പോക്സി കോമ്പൗണ്ട്. ഇതൊരു എപ്പോക്സി കോമ്പൗണ്ട് ആണ്. അപ്പൊ തന്നെ ഈ എപ്പോക്സി കോമ്പൗണ്ടിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എപ്പോക്സി കോമ്പൗണ്ടിന്റെ നെയിം എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ കൊടുക്കുക, 1 2 3. അപ്പൊ 1നും 2നും ഇടയ്ക്കാണ് എപ്പോക്സി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? എപ്പോക്സി കോമ്പൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ആ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്, IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു എപ്പോക്സി കോമ്പൗണ്ട് ആണ്. അപ്പൊ എങ്ങനെ 1നും 2നും ഇടയ്ക്ക് എപ്പോക്സി. അപ്പൊ 1,2 എപ്പോക്സി propane. 1,2 epoxy propane. Compound name is 1,2 epoxy propane. The compound name is 1,2 epoxy propane. Compound പേര് 1,2 epoxy propane. അപ്പൊ ഇതൊരു എപ്പോക്സി കോമ്പൗണ്ട് ആണ്. ആ എപ്പോക്സി കോമ്പൗണ്ടിന്റെ പേര് എഴുതുമ്പോൾ നമ്പർ ചെയ്യുക, ഏതൊക്കെ പൊസിഷൻ, ഏതൊക്കെ കാർബൺ ചെയിൻ്റെ ഇടയ്ക്കാണ് എപ്പോക്സി വന്നിരിക്കുന്നത് നോക്കുക. സോ ദ നെയിം ഈസ് 1,2 എപ്പോക്സി പ്രൊപ്പൈൻ. 1,2 എപ്പോക്സി പ്രൊപ്പൈൻ. അങ്ങനെ നെയിം ചെയ്യാനുള്ള കുറച്ച് കോമ്പൗണ്ട്, ഇവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട് ആണ് ഞാൻ തരുന്നത്. അപ്പൊ അത് നെയിം ചെയ്യാൻ പറ്റുമല്ലോ നോക്കുക. നെയിമിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരു ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഇങ്ങനെ ഒരു ബൈസൈക്ലിക് കോമ്പൗണ്ട് തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ബൈസൈക്ലിക് കോമ്പൗണ്ട് അത് ഇങ്ങനെ തരത്തുള്ളൂ. ഞാൻ മൊത്തം സ്ട്രക്ചർ വരച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണ് കോമ്പൗണ്ട് തരുന്നത്. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ എഴുതും? അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിനെ വിളിക്കുന്നവരാണ് ബ്രിഡ്ജ് കാർബൺ. അപ്പൊ 2 ബ്രിഡ്ജ് കാർബൺ വിളിക്കും. ഇത് 2 ബ്രിഡ്ജ് കാർബൺ ആണ്. 2 ബ്രിഡ്ജ് കാർബൺ.
ഇത് 2 ബ്രിഡ്ജ് കാർബൺ, ഇത് 1 ബ്രിഡ്ജ് കാർബൺ, ഇത് ബ്രിഡ്ജ് ഹെഡ്, ഇത് ബ്രിഡ്ജ് ഹെഡ്, ഇത് സീറോ ബ്രിഡ്ജ്. ഇവിടെ ഇത് സീറോ ബ്രിഡ്ജ് എന്ന് വിളിക്കും. ഇത് ബ്രിഡ്ജ് ഹെഡ് ആണ്. രണ്ട് ബ്രിഡ്ജിനെയും തമ്മിൽ, രണ്ട് സൈക്കിളിനെയും തമ്മിൽ ബ്രിഡ്ജ് ഹെഡ്, ഇത് ബ്രിഡ്ജ് ഹെഡ്, ഇത് സീറോ ബ്രിഡ്ജ്. ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ പേര് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതാണ്ട് എത്ര സൈക്കിൾ ഉണ്ട്? രണ്ട് സൈക്കിൾ ഉണ്ട്. രണ്ട് സൈക്കിൾ വരുമ്പോ ബൈസൈക്ലോ. രണ്ട് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് അതിന്റെ പേര് വന്നിട്ട് ബൈസൈക്ലോ എന്ന് വരും. ബൈസൈക്ലോ, ബൈസൈക്ലോ, രണ്ട് സൈക്കിൾ. അപ്പൊ ബൈസൈക്ലോ, അപ്പൊ ബൈസൈക്കിൾ, രണ്ട് സൈക്കിൾ ബൈസൈക്ലോ. രണ്ട് ബ്രിഡ്ജ് വരുന്നത്. അപ്പൊ അത് ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. 2 1 0. രണ്ട് ബ്രിഡ്ജ്, 1 ബ്രിഡ്ജ്. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് 2 1 0. ബൈസൈക്ലോ 2 1 0. 2 1 0. ബൈസൈക്ലോ 2 1 0. എത്ര കാർബൺ ഉള്ളത്? 1 2 3 4 5 ഇങ്ങനെ നമ്പർ കൊടുക്കും. അപ്പൊ എത്ര പെന്റ്? അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുന്ന എങ്ങനെ? രണ്ട് സൈക്കിൾ വരുന്ന കോമ്പൗണ്ട്, ബ്രിഡ്ജ്. അപ്പൊ ബ്രിഡ്ജ് ഹെഡിൽ നിന്ന് തുടങ്ങും. ഒരു ബ്രിഡ്ജ് ഹെഡിൽ തുടങ്ങി അടുത്ത ബ്രിഡ്ജ് ഹെഡിലൂടെ അവസാനിക്കും. ഒരു ബ്രിഡ്ജ് ഹെഡിൽ നമ്പർ തുടങ്ങി അടുത്ത ബ്രിഡ്ജ് ഹെഡിലൂടെ അവസാനിക്കും. ഒരു ബ്രിഡ്ജ് ഹെഡിൽ നമ്പർ തുടങ്ങി ഇങ്ങനെ പോയിട്ട് അടുത്ത ബ്രിഡ്ജ് ഹെഡിലൂടെ അവസാനിക്കും നമ്പർ കൊടുക്കുമ്പോൾ. അപ്പൊ 1 2 3 4 5 പെന്റെയും രണ്ട് സൈക്കിൾ. അപ്പൊ ബൈസൈക്ലോ. രണ്ട് ബ്രിഡ്ജ്, സീറോ ബ്രിഡ്ജ്, 1 ബ്രിഡ്ജ്. അപ്പൊ നമ്പർ എഴുതുമ്പോൾ ഡിസെൻഡിങ് 2 1 0. ബൈസൈക്ലോ 2 1 0 പെന്റെയും. ബൈസൈക്ലോ 2 1 0 പെന്റെയും. അടുത്ത വരണം. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സാർ. ഉണ്ടോ? ഞാൻ എന്റെ നിഴല് വീണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മാറി നിന്ന് പറയുന്നത് ഒന്ന് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഇത് നോക്ക്, 1 ഒരു സൈക്കിൾ ഇവിടെയും ഒരു സൈക്കിൾ ഇവിടെ. രണ്ട് സൈക്കിളാണ്. ഇത് ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഇതിന്റെ പേര് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇത് ബ്രിഡ്ജ് ഹെഡ്, ഇതാ ബ്രിഡ്ജ് ഹെഡ്. കണ്ടോ? രണ്ട് സൈക്കിളിനെയും കൂടെ യോജിപ്പിക്കുന്ന ഹെഡ്, ബ്രിഡ്ജ് ഹെഡ് 1. അപ്പൊ ബ്രിഡ്ജ് ഹെഡ് ഇതാ. ഇത് 1 ബ്രിഡ്ജ് കാർബണും ഇത് 1 ബ്രിഡ്ജ് കാർബണോ. അപ്പൊ എങ്ങനെ വരും? ബൈസൈക്ലോ 1 1 0. 1 1 0. ബൈസൈക്ലോ 1 1 0 ബ്യൂട്ടൈൻ. ബൈസൈക്ലോ രണ്ട് സൈക്കിള്. ഇനി എത്ര ബ്രിഡ്ജ്? ഒരു ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ്. 1 ബ്രിഡ്ജ് കാർബൺ 1 ബ്രിഡ്ജ്. രണ്ട് ബ്രിഡ്ജ് ഹെഡ്. ഒരു ബ്രിഡ്ജ് കാർബൺ ഒരു ബ്രിഡ്ജ് കാർബൺ. രണ്ട് ബ്രിഡ്ജ് ഹെഡ് കാർബൺ. അപ്പൊ ബൈസൈക്ലോ 1 1 0 ബ്യൂട്ടൈൻ. ബൈസൈക്ലോ 1 1 0 ബ്യൂട്ടൈൻ. അടുത്തത് ഞാനിത് മായ്ക്കാം. മായ്ച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്തൊരു കോമ്പൗണ്ട് തരാം, ചെയ്യാൻ പറ്റും നോക്കാം. ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം ആണ് നേരത്തെ പറഞ്ഞ 1 2 3 4 പിന്നെ 7. മൊത്തം 7 കാർബൺ. ഇത് 2 ബ്രിഡ്ജ്, ഇത് 2 ബ്രിഡ്ജ്, ഇത് 1 ബ്രിഡ്ജ്. ഇത് രണ്ട് ബ്രിഡ്ജ്, ഇത് ഹെഡ്, ബ്രിഡ്ജ് ഹെഡ്, ഇത് ബ്രിഡ്ജ് ഹെഡ്. ഇത് രണ്ട് ബ്രിഡ്ജ് ഹെഡാ. ഇത് രണ്ട് ബ്രിഡ്ജ് ഹെഡാണ്. ഇവിടെ 2 ബ്രിഡ്ജ്, അവിടെ 2 ബ്രിഡ്ജ്. സോ ദ നെയിം ഈസ് ബൈസൈക്ലോ. ബൈസൈക്ലോ 2, 2, 1
heptane. Bicyclo 2,2, 1 heptane. Bicyclo 2,2, 1 heptane. അടുത്ത ഒരെണ്ണം എഴുതാം. നിങ്ങൾ ചെയ്യാവോ? ഈ കോമ്പൗണ്ട് പേര്, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് പേര് എഴുതാവോ? ഈ കോമ്പൗണ്ട് പേര് എഴുതാവോ? അറിയില്ലേ? ഈ കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യാമോ? ഫെബിൻ, തന്നിരിക്കുന്ന കോമ്പൗണ്ട് നെയിം ചെയ്യാമോ? തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യാമോ? എല്ലാവരും ഓൺ ചെയ്തിട്ട് പോയിക്കോണം. ഈ എഴുതിയിട്ടിരിക്കുന്ന കോമ്പൗണ്ട് കാണാവോ? കാണാം സാർ. ചെയ്യാമോ? വേറുണ്ട്. ചെയ്യാവോ? ചെയ്യാൻ പറ്റുമോ? ഗൗതം സാർ ഇതും കൂടെ പറഞ്ഞുതരും, അടുത്തോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ബൈസൈക്ലോ 3 2 1 ബൈസൈക്ലോ, രണ്ട് സൈക്കിൾ. ഇപ്പൊ നോക്കിയോ, ഒന്ന് ആദ്യം നമുക്ക് ബ്രിഡ്ജ് ഹെഡ്, ഒന്ന് ബ്രിഡ്ജ് ഹെഡിന് ഒന്നെന്ന് കൊടുക്കുക. 2 3 4 5 6 7 8 1 2 3 4 5 6 7, ഇനി ഒരെണ്ണം മാറ്റമുള്ളതിന് 8 കൊടുത്തു നമ്പർ. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ബ്രിഡ്ജ് ഹെഡിനെ മനസ്സിലാക്കുക. അപ്പൊ രണ്ട് സൈക്കിൾ തന്നാൽ ആ രണ്ട് സൈക്കിളിലെ ബ്രിഡ്ജ് ഹെഡ് ഏതാന്ന് മനസ്സിലാക്കുക. ഇതും ബ്രിഡ്ജ് ഹെഡാ, ഇത് ബ്രിഡ്ജ് ഹെഡാ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരിടത്ത് തുടങ്ങി ബാക്കി ഇനി ഉള്ളതിന് നമ്പർ കൊടുക്കും. ഇതാണ് സെറ്റപ്പ്. അപ്പൊ നമ്പർ കൊടുക്കാൻ അറിയാം. നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രിഡ്ജ് ഹെഡ് അതിന്റെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് രണ്ടുമാണ് ബ്രിഡ്ജ് ഹെഡ് എന്ന് പറഞ്ഞു. ഈ ഇതിലെ ബ്രിഡ്ജ് ഹെഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാർബണോ അഞ്ചാമത്തെ കാർബണോ ആണ് ഇവിടുത്തെ ബ്രിഡ്ജ് ഹെഡ്. Here the bridge head carbon are ഒന്നാമത്തെ കാർബണോ അഞ്ചാമത്തെ കാർബണോ ആണ് ഇവിടുത്തെ ബ്രിഡ്ജ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രിഡ്ജ് കാർബൺ ഏതൊക്കെയാ? ഇവിടെ 2 കാർബൺ ബ്രിഡ്ജ്, അല്ല സോറി, ഇവിടെ 3 കാർബൺ ബ്രിഡ്ജ്, ഇവിടെ 2 കാർബൺ ബ്രിഡ്ജ്, ഇവിടെ 1 കാർബൺ ബ്രിഡ്ജ്, ഇവിടെ 3 കാർബൺ വരുന്ന ബ്രിഡ്ജ്, ഇവിടെ 2 കാർബൺ വരുന്ന ബ്രിഡ്ജ്, ഇവിടെ 1 കാർബൺ വരുന്ന ബ്രിഡ്ജ്. ഇനി ഇതിനകത്ത് ബ്രോമിനുണ്ട് 8ാമത്തെ പൊസിഷൻ. അപ്പൊ 8 ബൈസൈക്ലോ പറയുന്നതിന് മുമ്പ് ഹാലജൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് 8 ബ്രോമോ ബൈസൈക്ലോ വരും. 8 ബ്രോമോ ബൈസൈക്ലോ, 8 ബ്രോമോ ബൈസൈക്ലോ. അതിനകത്ത് എത്ര? 3 2 1 1 2 3 3 2 1 3, 2, 1
octane. 3,2,1 octane. 8 bromo bicyclo 3,2,1 3 1 2 3 ബ്രിഡ്ജ് ഇവിടെ 2 ബ്രിഡ്ജ് ഇവിടെ 1 ബ്രിഡ്ജ്. അപ്പൊ 8 bromo bicyclo 3,2,1 octane. The common name is 8 bromo bicyclo 3,2,1 octane. അപ്പൊ ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തന്നത്. ജസ്റ്റ് നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ അത് ചെയ്യുക, സംശയമുള്ളവർ പറയുക. ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം. ഒറ്റ റോഡ് ചെയ്ത് നിർത്തുകയാണ്, സംശയമുള്ളവർ പറയും. ഇവിടെ ബ്രിഡ്ജ് ഹെഡ് 1 തുടങ്ങുന്നു. 2 3 4 5 6 7 8 9 10. പ്ലീസ് ചെയ്യുക. ഇത് ബ്രിഡ്ജ് ഹെഡ്, ഇത് ബ്രിഡ്ജ് ഹെഡ്. ഇത് 1 2 3 4 വരുന്ന ബ്രിഡ്ജ്, ഇത് 0 ബ്രിഡ്ജ്, ഇത് 4 വരുന്ന ബ്രിഡ്ജ്. സോ ബൈസൈക്ലോ 4,4,0 4 1 2 3 4 1 2 3 4 4,4,0 ഡെക്ക് 10 അല്ലേ, 10 വരുമ്പോഴത്തേക്ക് അത് ഡെക്കൈൻ. ബൈസൈക്ലോ 4,4,0 ഡെക്കൈൻ. അപ്പൊ ബൈസൈക്ലിക് കോമ്പൗണ്ട് പേരാണ് പറഞ്ഞത്. ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എത്ര സൈക്കിൾ ഉണ്ട് നോക്കുക, ബ്രിഡ്ജ് ഹെഡ് മനസ്സിലാക്കുക. ബ്രിഡ്ജ് ഹെഡിന്റെ അപ്പുറത്ത് എത്ര ബ്രിഡ്ജ് ഹെഡ്, എത്ര ബ്രിഡ്ജ് കാർബൺ, ഇവിടെ എത്ര ബ്രിഡ്ജ് കാർബൺ, അതിനെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് നമ്പർ ചെയ്യാം. ഇവിടെ 4, ഇവിടെ 4, പിന്നെ ലാസ്റ്റ് 0. 4,4,0 ഡെക്കൈൻ. ബൈസൈക്ലോ 4,4,0 ഡെക്കൈൻ. അപ്പൊ ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം ചെയ്യാൻ അറിയാം, ഒരു ബുദ്ധിമുട്ടില്ല. ബൈസൈക്ലോ 4,4,0 ഡെക്കൈൻ. ഒറ്റ കോമ്പൗണ്ട് ഞാൻ തരും, ചെയ്യാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ചെയ്തോ. ഇതല്ലോ, സിമ്പിൾ ആണ്, ചെയ്തോ. നെയിം ബൈസൈക്ലോ 2,2,0 ഹെക്സേൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. ബൈസൈക്ലിക് കോമ്പൗണ്ട് നെയിം ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? ഇല്ല സർ. അപ്പൊ അത് ക്ലിയർ ആക്കി പോവുക. ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ബൈസൈക്ലിക് കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി അടുത്ത കോമ്പൗണ്ട് ബൈസൈക്ലിക് തന്നെ, ബ്രിഡ്ജ് വരത്തില്ല. ഇങ്ങനെ വന്നാലോ, ബ്രിഡ്ജ് അല്ല, ഇത് ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട് ആണല്ലോ. സ്ട്രക്ചർ ഇതാണ്, സംശയമൊന്നും കണ്ട. ഇതാണ് സ്ട്രക്ചർ. അറിയാലോ, ബാക്കി ഇവിടെ എല്ലാം ഹൈഡ്രജൻ വരും, അറിയാം. ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യും? ഇത് ബൈസൈക്ലോ ആണ്, പക്ഷെ അത് ബ്രിഡ്ജ് ഹെഡ് ഒന്നും ഇല്ല. ബ്രിഡ്ജ് ഹെഡ് ഇല്ലാത്ത കേസിൽ നെയിം ചെയ്യുന്ന എങ്ങനെ? ആ നമ്പർ കൊടുത്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഏതെങ്കിലും 2 ഐഡന്റിക്കൽ സൈക്കിൾ, 2 സൈക്കിൾ ഐഡന്റിക്കൽ ആകുമ്പോഴത്തേക്ക് 1 2 3. ഇത് 1 -2 -3 .
ഒരു സൈക്കിളിന് 1 2 3 എന്ന നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അടുത്ത സൈക്കിളിൽ എങ്ങനെ നമ്പർ കൊടുത്ത നമ്മള് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ്. ഇനി സൈക്കിൾ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന 1 ഡാഷിലാണ്. അപ്പൊ ബൈസൈക്ലോ 1 ഡാഷ്, ബൈസൈക്ലോ 1 ഡാഷ്, ബൈസൈക്ലോ 1 ഡാഷ്. എന്ത് പ്രൊപ്പൈനാ? സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോപ്രൊപ്പൈൻ. അപ്പൊ സൈക്ലോപ്രൊപ്പൈൻ എവിടെ വരും? 1 ഡാഷിൽ വരും. ബൈസൈക്ലോ, അപ്പൊ ബൈസൈക്ലോ 1 ഡാഷ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും 1 ഡാഷ് ബൈസൈക്ലോ സൈക്ലോപ്രൊപ്പൈൻ, ബൈസൈക്കിൾ സൈക്ലോപ്രൊപ്പൈൻ, ബൈസൈക്ലോപ്രൊപ്പൈൻ. ഇതാണ്. അപ്പൊ 1 ഡാഷ് ബൈസൈക്ലോപ്രൊപ്പൈൻ എന്നില്ല, 1 ഡാഷ് ബൈസൈക്ലോപ്രൊപ്പൈൻ, 1 ഡാഷ് ബൈസൈക്ലോപ്രൊപ്പൈൻ. ഇതാണ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട് പേര്. അടുത്തൊരു എക്സാമ്പിൾ, ഇത് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്ട്രക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല, ബോർഡ് കാണാമല്ലോ, അത്ര കാണാമല്ലോ. കാണാം സർ. കാണാം സർ. താഴെ എഴുതണമെങ്കിൽ താഴെ വരച്ചിടാം. ഞാനൊരു കോമ്പൗണ്ട് വരച്ചതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നേരത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എത്ര സൈക്കിൾ ഉണ്ടെന്ന് നോക്കിക്കോണം, എന്നിട്ട് ചെയ്യാവൂ. നെയിം ചെയ്യണമേ. ആദ്യമേ നമ്പർ കൊടുത്തേ പറ്റത്തുള്ളൂ. 1 2 3 4. 1 ഡാഷ് ഇവിടെ കാര്യം 1 ഡാഷ് കൊടുത്തിട്ട് ഇവിടെ 2 ഡാഷ് കൊടുക്കരുത്. 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ്. ചെയിൻ ഇങ്ങനെ വരും, നടുക്ക് വരുമ്പോ ഇങ്ങനെ കൊടുക്കാവും. ദെൻ വീണ്ടും 1 ഡാഷ്, ലോവസ്റ്റ് നമ്പർ വേണം ചെയിൻ, ആ ചെയിൻ വരുന്നിടത്ത് കൊടുക്കാം. 1 ഡാഷ് 2 ഡാഷ് 3 സൈക്കിൾ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്പർ കൊടുക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതും വിട്ട് നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും 1 കഴിഞ്ഞ ഇവിടെ 2, പിന്നെ 3, ഇവിടെ 4. അപ്പൊ നേരെ വരുന്ന ചെയിനകത്ത് ആ 1 2 എന്നുള്ള നമ്പർ, ലോവസ്റ്റ് നമ്പർ അവിടെ വരാവും, ലോവസ്റ്റ് നമ്പർ ഇവിടെ വരാവും. ആ രീതിയിൽ നമ്പർ കൊടുക്കുക. ഇവിടെ 1, ഇവിടെ 2, വീണ്ടും അഗൈൻ 1 2, വീണ്ടും അഗൈൻ ഇങ്ങനെ വരണം. ആ രീതിയിൽ നമ്പർ കൊടുത്താൽ അപ്പൊ തെറ്റത്തില്ല. പേര് എത്ര സൈക്കിൾ ഉണ്ട്? 3 സൈക്കിൾ. 3 സൈക്കിൾ എവിടേക്കാ വന്നിരിക്കുന്നത്? 1 ഡാഷ് 2 ഡാഷ് 1 ഡബിൾ ഡാഷ്. ടെർസൈക്ലോബ്യൂട്ടൈൻ, ടെർസൈക്ലോബ്യൂട്ടൈൻ. 1 ഡാഷ് 2 ഡാഷ് 1 ഡബിൾ ഡാഷ് ടെർസൈക്ലോബ്യൂട്ടൈൻ. 1 ഡാഷ് 2 ഡാഷ് 1 ഡബിൾ ഡാഷ് ടെർസൈക്ലോബ്യൂട്ടൈൻ. നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു കോമ്പൗണ്ട്, ഇങ്ങനൊരു കോമ്പൗണ്ട്. ഞാൻ 1 2 3
4, 5, 6. 1 dash, 2 dash, 3 dash, 4 dash, 5 dash. ഇവിടെ വീണ്ടും 1 double dash, 2 double dash, 3 double dash, 4 double dash, 5 double dash, 6 double dash. ഇത് ഫിനൈൽ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിനൈല. അപ്പൊ ഇതെങ്ങനെ വരും? 1, 1 dash, 4 dash, 1 double dash. 1, 1 dash, 4 dash, 1 double dash. കോമ്പൗണ്ട് വരും. എത്ര ഫിനൈല? 3. അപ്പൊ ടെർഫിനൈൽ. 1 dash, 4 dash, 4 dash, 1 double dash, ടെർഫിനൈൽ. ഇതാണ് അതിന്റെ IUPAC നെയിം. അപ്പൊ ഈ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് IUPAC നെയിം ആണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ നെയിം എങ്ങനെ എഴുതും? ഇതിന്റെ നെയിം ചെയ്യാവോ? വീണ്ടും 1, 2, 3, 4, 5, 6. 1 dash ഇവിടെ കൊടുക്കരുത്, കാരണം ഇതിന് ലീസ്റ്റ് നമ്പർ പറഞ്ഞ ഇവിടെ. അപ്പൊ ഇവിടെ പോവാ 2 dash, 3 dash, 4 dash, 5 dash, 6 dash. പേര് 1 dash, 3 dash, 1 double dash, ടെർഫിനൈൽ. 1 dash, 3 dash, 1 double dash, ടെർഫിനൈൽ. ഓക്കെ ആണോ? അപ്പം IUPAC നെയിം ബൈസൈക്ലിക് കോമ്പൗണ്ടിന്റെയും ടെറസൈക്ലിക് കോമ്പൗണ്ട് ഒക്കെ നെയിമിങ്. അപ്പൊ ബൈസൈക്ലിക് ആകുമ്പോൾ ബ്രിഡ്ജ് ഹെഡ് വരാം. അങ്ങനെ ബ്രിഡ്ജ് ഹെഡ് വരാത്ത ഐഡന്റിക്കൽ സ്ട്രീം വരുന്ന ഐഡന്റിക്കൽ സൈക്കിൾ വരുന്നതിന്റെ അപ്പൊ അതിന്റെ നെയിമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് ക്ലിയർ ആണോ? ഓ സർ ക്ലിയർ ആണ്. ഞാനൊരു കോമ്പൗണ്ട് എടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാവോ? നോക്കിക്കോളോ. സിമ്പിൾ ആണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ചെയ്താൽ നോക്കിയത് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കുക. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടി സർ. ഒന്ന് പറഞ്ഞോ. 1 dash bicyclopentane. 1 dash bicyclopentane. അപ്പൊ ഡബിൾ ബോണ്ട് ഒന്ന് ഈനാക്കിക്കൊണ്ടോ കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് ഒന്ന് വൈകിനാക്കിക്കോ, നോ പ്രോബ്ലം. അപ്പൊ ബൈസൈക്ലിക് കോമ്പൗണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നെയിം ചെയ്യാനുള്ള. ഒറ്റ കോമ്പൗണ്ട്, സ്പൈറോ കോമ്പൗണ്ട്. സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അത് സ്പൈറോ കോമ്പൗണ്ട് നെയിം ചെയ്യാനാണ്
ഇപ്പം ചോദിച്ചത് സ്പൈറോ കോമ്പൗണ്ട്. സ്പൈറോ കോമ്പൗണ്ട് രണ്ട് റിങ്ങിനകത്ത് ഒരു കാർബൺ കോമൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് സ്പൈറോ കാർബൺ. രണ്ട് റിങ്ങിൽ ഒരു കാർബൺ കോമൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് സ്പൈറോ. സ്പൈറോ ഇങ്ങനെ വരും. കോമൺ കാർബൺ ഇവിടെ എങ്ങനെ ആയിക്കോട്ടെ, രണ്ട് സൈക്കിളിക്ക് അതിനകത്ത് ഒരെണ്ണം കോമൺ. ഇതാണ് സ്പൈറോ കാർബൺ. ഞാൻ രണ്ട് സൈക്കിൾ ഐഡന്റിക്കൽ ആണെന്ന് നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. രണ്ട് സൈക്കിൾ ഞാൻ ചുമ്മാ വരച്ചതാ. രണ്ട് സൈക്കിള് അതിനകത്ത് ഒരു കാർബൺ കോമൺ ആണെങ്കിൽ ആ കോമൺ കാർബണിനെ വിളിക്കുന്നവരാണ് സ്പൈറോ കാർബൺ. രണ്ട് സൈക്കിളില് ഒരെണ്ണം കോമൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് സ്പൈറോ കാർബൺ. നെയിം ചെയ്യാൻ നേരത്ത് കുറവുള്ള സൈക്കിളിൽ കുറവുള്ള എവിടെ നോക്കണം, ഇവിടെ കുറവ്. അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 1 2 സ്പൈറോയിലോട്ട് പോവാ 3 4 5 6 7. അപ്പൊ 7 ആകുമ്പോ ഹെപ്റ്റീൻ ആണ്. 7 എണ്ണം ആവുമ്പോഴത്തേക്ക് അത് ഹെപ്റ്റീൻ ആണ്. ഹെപ്റ്റീൻ ആകുമ്പോഴത്തേക്ക് ഇതൊരു സ്പൈറോ ആണെന്ന് അറിയാം നിങ്ങൾക്ക്. സ്പൈറോ എത്ര? അപ്പുറത്തെ സൈഡിൽ 2, ഇപ്പുറത്തെ സൈഡിൽ 1 2 3 4. സ്പൈറോയ്ക്കകത്ത് അപ്പുറത്തെ സൈഡിൽ 2 കാർബണും സ്പൈറോ അല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ 4 കാർബൺ. ഒരു കാർബൺ സ്പൈറോയ്ക്ക്, ബാക്കി അപ്പുറത്തെ സൈഡിൽ 2 കാർബൺ, ഇപ്പുറത്തെ സൈഡിൽ 4 കാർബൺ. അപ്പൊ സ്പൈറോ ചെറുതിന് വലുത് ഹെപ്റ്റീൻ. സ്പൈറോ 2,4 ഹെപ്റ്റീൻ. സ്പൈറോ വരാൻ കാര്യം രണ്ട് സൈക്കിളിനും കൂടെ ഒരു കാർബൺ കോമൺ ആയതുകൊണ്ടാണ് സ്പൈറോ വന്നത്. രണ്ട് കാർബണിനും കൂടെ ഒരു കാർബൺ കോമൺ ആണെങ്കിൽ നമ്മൾ സ്പൈറോ എന്ന് വിളിക്കും. ഇപ്പുറത്തെ സൈക്കിൾ 2 എണ്ണോ ഇപ്പുറത്തെ സൈക്കിൾ 4 എണ്ണോ വരും. അപ്പൊ സൈക്കിൾ ഇവിടെ സ്പൈറോ 2,4 ഹെപ്റ്റീൻ. സ്പൈറോ 2,4 ഹെപ്റ്റീൻ. സ്പൈറോ 2,4 ഹെപ്റ്റീൻ. Next one. എന്തായാലും ഇത് ഇങ്ങനെ ഒന്നും വരയ്ക്കണമല്ലോ സ്പൈറോ വരണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ വെച്ചത് ഒന്ന് ചെയ്യാൻ പറ്റും നോക്കി. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഞാൻ പേര് വിളിക്കണോ? പേര് വിളിക്കണോ ഞാൻ? സ്പൈറോ 3,3 ഹെപ്റ്റേൻ. 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 സർ സ്പൈറോ 3,3 ഹെപ്റ്റേൻ എങ്ങനെയാന്ന് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? എത്ര വട്ടമാണെന്ന് പറഞ്ഞത് എന്ത് കണ്ടോ? ഇവിടെ 1 2 3 ഞാൻ വരച്ച് ചെയ്തായിരുന്നോ? ഇതല്ലേ വരച്ചത്? ഓക്കെ. ഇതിനകത്ത് മൊത്തം 7 കാർബൺ ഉണ്ട്. ഈ സൈഡിൽ 3 കാർബൺ, ഈ സൈഡിൽ 3 കാർബൺ ആണോ? ആ സൈഡിൽ 3 കാർബൺ, ഈ സൈഡിൽ 3 കാർബൺ ആണോ? ഇതിനകത്ത് സ്പൈറോ കാർബൺ. അപ്പൊ പേര് സ്പൈറോ ആണ്. പേര് വരുമ്പോഴത്തേക്ക് സ്പൈറോ ആണ്. ഇപ്പുറത്ത് 3 സ്പൈറോ 3,3 7 കാർബൺ ഉണ്ടായിട്ട് ഹെപ്റ്റേൻ കണ്ടോ? ഇങ്ങനെ സ്പൈറോ ആയെന്നാ ചോദിച്ചു. കോമൺ ആയിട്ട് ഒരു കാർബൺ ആണ് സ്പൈറോ കാർബൺ. നെയിം ചെയ്യാണ് 1 2 3.
രണ്ട് സൈഡിലും ഒരുപോലെ ആയതുകൊണ്ടാണ്. 4, 5, 6, 7. 7 കാർബൺ. ഇന്നത്തെ സ്പൈറോ ആണ്, കോമൺ ആണ്. രണ്ട് സൈക്കിളും കൂടെ കോമൺ ആയിട്ടുള്ള കാർബൺ ആണ്. ഇത് സ്പൈറോ കാർബൺ ആണ്. ഇവിടെ 3 കാർബൺ, ഇവിടെ 3 കാർബൺ. ഇവിടെ 3 കാർബൺ, ഇവിടെ 3 കാർബൺ. നമ്മുടെ പേര് സ്പൈറോ. Then 3,3. 7 കാർബൺ വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ് ANE. അപ്പൊ 3,3 ഹെപ്റ്റീൻ. സ്പൈറോ 3,3 ഹെപ്റ്റീൻ. സ്പൈറോ 3,3 ഹെപ്റ്റീൻ. സ്പൈറോ 3,3 ഹെപ്റ്റീൻ. സ്പൈറോ 3,3 ഹെപ്റ്റീൻ. ഓക്കെ. അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ തരും, നിങ്ങൾ നോക്കുക അത് ചെയ്യാൻ പറ്റുന്ന. UPC നെയിമിന്റെ എല്ലാ കാറ്റഗറിയിലും കൂടെ പോവാ, നിർത്തുക. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. നെക്സ്റ്റ് കോമ്പൗണ്ട് ചെയ്തോളാം. ജസ്റ്റ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, ഒരു കോമ്പൗണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ഒന്ന് ചെയ്യാൻ പറ്റും നോക്കുക. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ സ്പൈറോ 2-chloro സ്പൈറോ 2-chloro സ്പൈറോ. ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ 3. അപ്പം 1, 2, 3, 4, 5. ഇവിടെ 1, 2, 3. 5, 3, 9. 2-chloro സ്പൈറോ 5,3 9. 2-chloro സ്പൈറോ 5,3 9. അടുത്തൊരെണ്ണം നെയിം ചെയ്തിട്ട് പറയാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് സ്പൈറോ കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ സൈക്കിളില് 4 എണ്ണവും, ഈ സൈക്കിളിൽ 1, 2, 3, 4, 5 എണ്ണവും വരും. ഈ സൈക്കിളിൽ 1, 2, 3, 4 കാർബണും, ഈ സൈക്കിളിൽ 1, 2, 3, 4, 5 കാർബണും വരും. പേര് കൊടുക്കുമ്പോഴത്തേക്ക് 2-chloro സ്പൈറോ സ്പൈറോ 4, 5 ഡെക്കൈൻ. 2-chloro സ്പൈറോ 4, 5 ഡെക്കൈൻ. 4, 5 ഡെക്കൈൻ. ഡൗട്ട് ഉണ്ടോ? സാറേ ക്ലോറിന്റെ പൊസിഷനാണോ അതോ അതിന്റെ സൈക്കിളിന്റെ നമ്പറിനാണോ പ്രയോറിറ്റി കൂടുതൽ? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനില് എപ്പോഴും സൈക്കിൾ നമ്പർ കുറഞ്ഞതിന് നമ്പർ ഇടുവാണ് കേട്ടോ. ഓക്കെ ഓക്കെ. നമ്പർ കുറവുള്ളതിന് പോയാ
അപ്പൊ 3 ടൈപ്പ് കോമ്പൗണ്ടിന്റെയും IUPACനെയും പറഞ്ഞു. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. 3 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഞാനിപ്പോ പറഞ്ഞു. ബൈസൈക്ലിക്, പിന്നെ സ്പൈറോ കോമ്പൗണ്ട്, പിന്നെ ബൈസൈക്ലിക് അല്ലെങ്കിൽ ലോങ്സ്റ്റ്, അതായത് ഐഡന്റിക്കൽ സൈക്കിള്, കോമൺ ബ്രിഡ്ജ് ഹെഡ് ഇല്ലാത്ത ടൈപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ബ്രിഡ്ജ് ഹെഡ് ഇല്ലാത്ത ടൈപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ നെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി സെഷൻ സമയം തീരുന്നതിന് മുമ്പിട്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് വേർഡ് റൂട്ടിലോട്ട് പോവാണ്. മീൻസ് റൂട്ട് മാപ്പിലോട്ട്, വേർഡ് റൂട്ടല്ല, റൂട്ട് മാപ്പിലോട്ട് പോവാണ്. ഫസ്റ്റ് റൂട്ട് മാപ്പിലോട്ട് പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് റൂട്ട് മാപ്പിലോട്ട് പോവാണ്. Listen. Alkane. Alkane. ആൽക്കൈൻ ആണ്. റൂട്ട് മാപ്പിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ആൽക്കൈൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽക്കൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ ഞാൻ പ്രിപ്പറേഷൻ പറയും, ദെൻ അതിനുശേഷം നേരെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയും, പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ റൂട്ട്, അതായത് 10 റൂട്ടുകളാണ് പഠിക്കാനുള്ളത്. ആ റൂട്ടുകളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി ഞാൻ എന്താ പറയുന്നത് ക്വസ്റ്റ്യനിലേക്ക് വരത്തുള്ളൂ. ആ റൂട്ടുകളും കൂടെ കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും എങ്ങും വരാനില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ജസ്റ്റ് അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതാണ് ഓർഗാനിക്കിന്റെ ഒരു പ്രത്യേകത. ഞാൻ ആൽക്കൈന്റെ റൂട്ട്, ദെൻ ആൽക്കീന്റെ റൂട്ട്, ദെൻ ആൽക്കൈന്റെ റൂട്ട്. ഈ ആൽക്കീനും ആൽക്കൈനും ഒക്കെ എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും. ദെൻ ബെൻസീൻ, ദെൻ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞതാ ഈ കുറെ കോമ്പൗണ്ട്സിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം വേർഡ് റൂട്ട് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന്റെ ചെറിയൊരു നോട്ട് ഞാൻ അയച്ചു തരും. അതെല്ലാം പഠിച്ചതിന് ശേഷം ഫിസിക്കൽ പ്രോപ്പർട്ടി പ്രത്യേകമായിട്ടൊരു ക്ലാസ് എടുക്കും. അതിനുശേഷം നേരെ പോവും ഏതാ ഓർഡർ, ഓരോ കോമ്പൗണ്ട്സിന്റെ കാർബോസിലിക് ആസിഡ് അസിഡിക് സ്ട്രെങ്ത്, ഹാലോ ആൽക്കൈൻസിന്റെ റിയാക്ടിവിറ്റി, ഹാലോ അറീൻസിന്റെ ട്രെൻഡ്, അങ്ങനെ കുറച്ച് ട്രെൻഡ് മീൻസ് ഇലക്ട്രോഫിലിക്കിനോടുള്ള താല്പര്യം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എങ്ങനെ, ഇലക്ട്രോൺ ഡൊണേറ്റ്, ഇങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എളുപ്പമാവും. അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. കാർബ് കാറ്റോണിന്റെയും കാർബ് ആനോണിന്റെയും കാർബ് ഫ്രീ റാഡിക്കലിന്റെയും സ്റ്റെബിലിറ്റി പ്രത്യേകം എഴുതി വെച്ചേക്കുക, എഴുതി പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. പിന്നെ സം ബേസിക് കൺസെപ്റ്റ്സിൽ ഇനി ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത IUPAC നെയിമിംഗ് ആണ്. അതിന്റെ എല്ലാ കാറ്റഗറിയും പറയുമ്പോൾ പാടുള്ള കാറ്റഗറിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് 2-3 ദിവസത്തെ ക്ലാസ് കഴിയും. നമ്മൾ റൂട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ പറയും. അപ്പൊ അതോടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിലെത്തും. അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല. ഓക്കെ, ഞാൻ തുടങ്ങുകയാണ്. ആൽക്കൈൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പാരന്റ് കോമ്പൗണ്ട് ഏതൊക്കെയാണെന്നാണ് ആദ്യം പറഞ്ഞത്. ഓർഗാനിക്കിൽ വന്നതേ ഉള്ളൂ. നേരത്തെ പഠിച്ചത് എന്താണോ അത് വിട്ടേക്കുക. ഇപ്പൊ നമ്മൾ ഓർഗാനിക്കിൽ വന്നതേ ഉള്ളൂ. ആൽക്കൈൻ പഠിക്കുമ്പോൾ ഒന്ന് പാരന്റ് കോമ്പൗണ്ട്, ഒന്ന് കാർബോസിലിക് ആസിഡ് ആണ്. അപ്പൊ എനിക്ക് പറയാം, നിങ്ങളത് പറഞ്ഞു തരാൻ ഒരു കാര്യമേ എനിക്കുള്ളൂ. ആരെയൊക്കെ ആൽക്കൈൻ ആക്കാം? കാർബോസിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കാം. കാർബോസിലിക് ആസിഡിനെ 2 രീതിയിൽ ആൽക്കൈൻ ആക്കാം. 2 ആൽക്കൈൽ ഹാലൈഡ് ആണ്. രണ്ടാമത്തെ പാരന്റ് കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിനെ ഒരുപാട് മാർഗങ്ങളുണ്ട്, എങ്കിലും ഞാൻ 3 മെത്തേഡ്സ് പറയുന്നു. 4 ആൽക്കഹോൾ ആണ്. 5ാമത്തെ പാരന്റ് കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ്. 6ാമത്തെ പാരന്റ് കോമ്പൗണ്ട് കാർബണിക് ഗ്രൂപ്പ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും
അത് കണ്ടൂടാ. ഓക്കെ 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 ഓക്കെ. അപ്പൊ 5 പാരന്റ് കോമ്പൗണ്ട്. ഒന്ന് കാർബോസിലിക് ആസിഡ്, 2 ആൽക്കൈൽ ഹാലൈഡ്, 3 ആൽക്കഹോൾ, 4 ഗ്രിഗ്നാർഡ് റിയേജന്റ്. അഞ്ചാമത്തെ കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അഞ്ചാമത്തെ കോമ്പൗണ്ട് കാർബണൈൽ ഗ്രൂപ്പ്, അതായത് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമുക്ക് എന്താക്കാം? ഹൈഡ്രോ കാർബൺ ആക്കാം. അപ്പൊ ആരെയൊക്കെ ഹൈഡ്രോ കാർബൺ ആക്കാം? ഏതൊക്കെ പാരന്റ് കോമ്പൗണ്ടിനെ ഹൈഡ്രോ കാർബൺ ആക്കാം? ഒരു ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആൽക്കൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഓർഗാനിക് പഠിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ പുസ്തകം മൊത്തം പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാരന്റ് കോമ്പൗണ്ട്, വാട്ട് ആർ ദ പാരന്റ് കോമ്പൗണ്ട്? ഏതൊക്കെയാ? കാർബോസിലിക് ആസിഡ് കിട്ടിയാൽ എനിക്കതിനെ ആൽക്കൈൻ ആക്കാം. എനിക്ക് കാർബോസിലിക് ആസിഡ് കിട്ടിയാൽ എനിക്കതിനെ ആൽക്കൈൻ ആക്കാം. 2 ആൽക്കൈൽ ഹാലൈഡിനെ കിട്ടിയാൽ എനിക്ക് ആൽക്കൈൻ ആക്കാം. 3 ഒന്നുകൂടെ നോക്കിയോളാം. കിട്ടുന്നത് കാർബോസിലിക് ആസിഡ് ആണെങ്കിൽ എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. കിട്ടുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. കിട്ടുന്നത് ആൽക്കഹോൾ ആണെങ്കിൽ എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. കിട്ടുന്നത് ആൽഡിഹൈഡോ കീറ്റോണോ ആണെങ്കിൽ എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. കിട്ടുന്നത് ആൽക്കീനോ ആൽക്കൈനോ ആണെങ്കിലും എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. അപ്പൊ ആൽക്കൈൻ നിർമ്മിക്കാൻ എത്ര പാരന്റ് കോമ്പൗണ്ട് ഉണ്ട്? 1 കാർബോസിലിക് ആസിഡ്, 2 ആൽഡിഹൈഡ് കീറ്റോൺ, 3 ആൽക്കഹോൾ, 4 ആൽക്കൈൽ ഹാലൈഡ്, 5 ആൽക്കീനോ ആൽക്കൈനോ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ ഇത്രയും പേര് എനിക്ക് ആൽക്കൈൻ ആക്കാൻ അറിയാം. അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, റൂട്ട് അവസാനം ഉണ്ടാക്കാൻ ഞാനിപ്പോ എല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ട് റൂട്ട് ഉണ്ടാക്കി തരാം. അങ്ങനെ റൂട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. എങ്ങനെയാ ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ കാര്യം? യെസ്, അതിനകത്തുനിന്ന് നെയിം റിയാക്ഷൻ നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഈ ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് ഏതൊക്കെ നെയിം റിയാക്ഷൻ വരും? ആരെങ്കിലും പറയാമോ? ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് ഏതൊക്കെ നെയിം റിയാക്ഷൻ വരുന്നുണ്ട്? ആരെങ്കിലും പറയാം? എഫക്ട് അറിയണമെങ്കിൽ നമ്മളത് നോക്കി. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ പറയാൻ എന്തൊക്കെ നെയിം റിയാക്ഷൻ വരുമെന്ന് അറിയാമോ? ഞാൻ പേരെഴുതി വിളിക്കണമെങ്കിൽ വിളിക്കാം. മിത്ര ഓടിയോ? മിത്രയെ കാണുന്നില്ല. മിത്ര എസ്കേപ്പ് അടിച്ചോ. ഒരെണ്ണം പറയാവോ? ആൽക്കൈൻ Woods reaction. ദോ Woods reaction. Woods reaction. Then Woodsനെ പോലെ റിയാക്ഷൻ ഉണ്ടല്ലോ. ക്ലെമൻസൺ. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷ്മൻ റിഡക്ഷൻ, ഡീകാർബോസിലേഷൻ, പിന്നെ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റെയിനും സ്വാർട്സും ധാരാ പറഞ്ഞത്. ഇപ്പം പറഞ്ഞാരാ? നന്ദന. നന്ദന ഏത് ബാച്ചാ? റിപ്പീറ്റർ. ഇപ്പോഴത്തെ അതോ? ഇപ്പോഴത്തെ റിപ്പീറ്റർ. ഓക്കെ. ഇപ്പോഴത്തെ റിപ്പീറ്റർ ഒരു നന്ദന അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ റിപ്പീറ്റർ നന്ദന അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഫേബ. വേറെ? രണ്ടുപേരേ ഉള്ളോ? ആദിത്യ സർ. 3 ആദിഷ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ. നമ്മള് 2-3 ബാച്ച് ഉണ്ട്. 3 ബാച്ചിനും കൂടെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കേട്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് റിയാക്ഷൻ മെക്കാനിസം ഒക്കെ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയത്. എന്ന് വെച്ചാൽ നിങ്ങൾ
വിഷമിക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരും. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ബേസ്. കാരണം നീറ്റ് പരീക്ഷ അടുത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, റൂട്ടിലോട്ട് പെട്ടെന്ന് കയറി പറയുന്നത്. എല്ലാവരും നോക്കിക്കോളാം. അപ്പം പ്രിപ്പറേഷൻ എവിടെ നിന്നൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ഒന്ന് കാർബോസിലിക് ആസിഡ്. ഞാൻ റൂട്ട് പിന്നെ പറയാം. നെയിം റിയാക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു തരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ഇത്രയും നെയിം റിയാക്ഷൻ നമുക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ നെയിം റിയാക്ഷന്റെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനാ പറയുന്നത്, അല്ലെങ്കിൽ ഏത് നെയിം റിയാക്ഷൻ ആണ് അവിടെ കിടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം നമുക്ക് അറിയാൻ വയ്യ. നമുക്ക് ആൽക്കൈന്റെ മെത്തേഡ് പോലും ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ 2 എണ്ണം പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോളൂ. വുഡ്സിനകത്ത് ഹൈഡ്രോ കാർബണാ കിട്ടുന്നത്. അങ്ങനെ ചോദിച്ചു ഫിറ്റിങ്ങിനകത്ത് കിട്ടുന്നത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. വുഡ്സ് ഫിറ്റിങ്ങിനകത്ത് ആരോമാറ്റിക് കിട്ടുന്നത്. ഞാൻ ചോദിച്ചത് ഡയറക്റ്റ് ആൽക്കൈന്റെ കാര്യം ചോദിച്ചു. അപ്പൊ ആൽക്കൈൻ പറയുമ്പോൾ നിങ്ങൾ വുഡ്സ് പറയണം. ശരിയാ. വുഡ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് കോൾസ്. ഒരാൾ പറഞ്ഞു കോൾസും വുഡ്സും, അത് ഞാൻ സംഭവിച്ചു. ക്ലമൻസൺ ഒരാൾ പറഞ്ഞു. ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു വോൾ കൃഷ്ണർ പറയാം. ക്ലമൻസൺ കഴിഞ്ഞാൽ വോൾ കൃഷ്ണർ പറയാം. അപ്പൊ ഇപ്പം തന്നെ എത്ര നോക്കി? വുഡ്സ്, കോൾസ്, ക്ലമൻസൺ, വോൾ കൃഷ്ണർ. നിങ്ങൾ എനിക്ക് കേട്ടിട്ടുണ്ടോ? ഫ്രങ്ക്ലാൻ റിയാക്ഷൻ, കോറി ഹൗസ് സിന്തസിസ്, സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ, ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. ഇതൊക്കെ ആൽക്കൈൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ നോക്കി. നമുക്ക് ഇത്രയും നെയിം റിയാക്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ ഏത് കാറ്റഗറിയിലാണ് ആ നെയിം റിയാക്ഷൻ വരുന്നത്, ഏതൊക്കെയാണ് അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് പറ്റാത്തതും അതാണ്. നമുക്ക് പറ്റാത്തതും അതാണെന്ന് പറയുമ്പോൾ എവിടെയാ പറ്റാത്തത്? എന്തോ പ്രോബ്ലം കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. എനിക്കെന്തോ പ്രോബ്ലം. ഞാൻ തുടങ്ങുന്നതാണ്. ഞാൻ സംസാരിച്ചിരുന്നില്ല, സമയം പോവും. കാർബോസിലിക് ആസിഡ്. ആ കാർബോസിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കണം. അതിന് 2 മെത്തേഡ്. ഒന്ന് കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ഡീകാർബോസിലേഷൻ മെത്തേഡ്. അപ്പൊ അതിലെ കോൾസ് ആണ് പറയുന്നത്. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കോൾസ് മെത്തേഡ് നമുക്ക് തന്നിരിക്കുന്നത് കാർബോസിലിക് ആസിഡ് ആണ്. ആ കാർബോസിലിക് ആസിഡിലോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് അതിനെ സോഡിയം സാൾട്ട് ആക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നത് ഒരു കാർബോസിലിക് ആസിഡ് ആണ്. ആ കാർബോസിലിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് അതിനെ സോഡിയം സാൾട്ട് ആക്കുന്നു. ഇത് തന്നിരിക്കുന്നത് ഒരു കാർബോസിലിക് ആസിഡ്. ആ കാർബോസിലിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് അതിനെ സോഡിയം സാൾട്ട് ആക്കി. ആ സോഡിയം സാൾട്ട് രണ്ട് മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്തു. ഒരെണ്ണം ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് ഒരെണ്ണം ബാറ്ററി നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ഇലക്ട്രോളിസിസ് നടത്തി. അപ്പൊ RCOO മൈനസും Na+ഉമായിട്ട് മാറും. അക്വസ് ആണ്. അവിടെ കൂടാതെ H+ ഉണ്ട്, OH- ഉണ്ട്. ഇപ്പം ഇവിടെ ഈ RCO മൈനസ് അയോൺ പോകുന്ന ആനോഡിലോട്ട് പോകും. ആനോഡിൽ ചെന്നിട്ട് RCOO അങ്ങനെ കോമ്പൗണ്ട്. അത് ഒരെണ്ണം കൂടെ വരുന്നവരെ കാത്തു നിന്ന് 2 എണ്ണം കൂടെ ചേർന്നിട്ട് ഉണ്ടോ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. പ്ലസ് CO2 കിട്ടും. കണ്ടോ? അപ്പൊ ആനോഡിൽ ഏതാ കിട്ടുന്ന? ആൽക്കൈനും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ആനോഡിൽ കിട്ടുന്നത് കോൾസ് ചെയ്യുമ്പോ ആനോഡിൽ കിട്ടുന്ന ആരൊക്കെയാ? ആനോഡിൽ കിട്ടുന്ന ആരൊക്കെയാ? ആൽക്കൈനും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കോൾസ് ചെയ്യുമ്പോ കോൾസ് മെത്തേഡ് ശ്രദ്ധിച്ചിരിക്കുക.
കാർബോസിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കാൻ രണ്ട് നെയിം റിയാക്ഷൻ ആണ് കോൾസും കാർഡിയൻ കാർബോസിലേഷൻ. ഇപ്പൊ തന്നിരിക്കുന്ന കാർബോസിലിക് ആസിഡ് ഏതായാലും ശരി അതിനെ സോഡിയം സാൾട്ട് ആക്കുക. എങ്ങനെ? സോഡിയം സാൾട്ട് ആക്കുക. കാർബോസിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട്. ആ സോഡിയം സാൾട്ട് എടുത്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. സോഡിയം സാൾട്ട് അക്വസ് എടുത്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ സോഡിയം സാൾട്ട് അക്വസ്. അപ്പൊ RCOO മൈനസും Na പ്ലസും അക്വസ് ആയതുകൊണ്ട് അവിടെ H പ്ലസും OH മൈനസും ഇത്രയും അയോൺസ് കിട്ടും. ഇതിലെ മൈനസ് അയോൺ ആനോഡിൽ പൊട്ടുപോകുന്ന അയോൺ ഏതാ? RCO മൈനസ് അയോൺ ആനോഡിൽ ചെന്ന് ഒരു ഇലക്ട്രോണിനെ കളയുന്നു. കളഞ്ഞിട്ട് RCOO എന്ന് പറയുന്ന കോമ്പൗണ്ട് ആവും. അത് ഒരെണ്ണമായിട്ട് നിൽക്കത്തില്ല, രണ്ടെണ്ണം ചേരും. ഇപ്പൊ 2 RCO 2 ഇലക്ട്രോണിനെ കളഞ്ഞ് രണ്ടെണ്ണമായി. ഇത് രണ്ടെണ്ണോട് ചേരുമ്പോ ഹൈഡ്രോ കാർബൺ പ്ലസ് CO2. അപ്പൊ ആനോഡിൽ കിട്ടുന്നത് ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും. ആനോഡിൽ കിട്ടുന്ന കോൾസ് നടത്തുമ്പോ ആനോഡിൽ കിട്ടുന്ന ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ ഒരു പ്രത്യേകത എന്താ? നമ്മൾ എടുത്ത ആസിഡ് കണ്ടോ, ആസിഡിനകത്ത് റാഡിക്കലും പിന്നെ ഒരു കാർബൺ. അപ്പം ആ കാർബോസിലിക് ആസിഡ് ഇപ്പൊ 3 കാർബോസിലിക് ആസിഡ് ആണെങ്കിൽ അതിലെ COO ഗ്രൂപ്പ് CO2 ആയിട്ട് പോയതുകൊണ്ട് 2 എണ്ണം. ആ 2 എണ്ണത്തിന്റെ ഇരട്ടി നമ്പർ. അപ്പൊ പ്രൊപ്പോയോയിക് ആസിഡ് ആണ് എടുക്കുന്നെങ്കിൽ നമുക്ക് എത്തിന്റെ ഇരട്ടി ബ്യൂട്ടാ കിട്ടുന്നത്. ബ്യൂട്ട് കിട്ടും. കണ്ടോ കോൾസിന്റെ പ്രത്യേകത? 3 കാർബൺ ഉള്ള ആസിഡ് ആണെങ്കിൽ 1 കാർബൺ കുറയും. അപ്പൊ 2ന്റെ ഇരട്ടി നമ്പർ ഉള്ള ഹൈഡ്രോ കാർബൺ കിട്ടും. അപ്പൊ കോൾസിൽ കിട്ടുന്ന പ്രോഡക്റ്റ്, കോൾസ് ഇലക്ട്രോളിസിസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എത്ര കാർബൺ ഉള്ള ആസിഡ് ആണോ എടുക്കുന്നത് അതിനേക്കാൾ 1 കാർബൺ കുറഞ്ഞതിന്റെ ഇരട്ടി നമ്പർ ഉള്ള ഹൈഡ്രോ കാർബൺ. അപ്പോഴും അതുകൊണ്ട് ഈവൻ നമ്പർ ഉള്ള ഹൈഡ്രോ കാർബണെ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. കോൾസിൽ നമുക്ക് ഈവൻ നമ്പർ ഉള്ളതേ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. കോൾസ് ഇലക്ട്രോളിസിസിൽ എപ്പോഴും ആൽക്കൈൻ കിട്ടും, പക്ഷെ എപ്പോഴും കിട്ടുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. ഇനി കാഥോഡിൽ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ സൊല്യൂഷനിൽ NaOH റിമെയിൻ ചെയ്യും. അതുകൊണ്ട് കോൾസിന്റെ പ്രോഡക്റ്റിലെ pH എപ്പോഴും ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. കോൾസ് ഇലക്ട്രോളിസിസിൽ NaOH സൊല്യൂഷൻ റിമെയിൻ ചെയ്യുന്നതുകൊണ്ട് pH ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അപ്പൊ കോൾസിന്റെ പ്രത്യേകത കോൾസ് ഇലക്ട്രോളിസിസ്. വാട്ട് ഈസ് കോൾസ് ഇലക്ട്രോളിസിസ്? സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ്, സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ് അക്വസ്. ആ സോഡിയം സാൾട്ടോ കാർബോസിലിക് അക്വസിലോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആനോഡില് ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, കാഥോഡിൽ ഹൈഡ്രജൻ കിട്ടും. സൊല്യൂഷനിൽ NaOH റിമെയിൻ ചെയ്യും. അതുകൊണ്ട് pH 7 കൂടുതലാണ്. കോൾസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണം. കോൾസ് ഇലക്ട്രോളിസിസ് ഈസ് വാട്ട്? ഇത്രയേ ഉള്ളൂ. സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ്. ആ സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ് അക്വസിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആനോഡില് ആൽക്കൈൻ കിട്ടും, കാഥോഡില് ഹൈഡ്രജൻ കിട്ടും. ഈ കിട്ടുന്ന ആൽക്കൈന്റെ പ്രത്യേകത ഈവൻ നമ്പർ ഓഫ് കാർബൺ ആയിരിക്കും എപ്പോഴും. ഇനി ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഏത് ആസിഡ് ആണോ നമ്മൾ എടുക്കുന്നത് ആ ആസിഡിന്റെ 1 കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോകുന്നു, ബാക്കി കാർബൺ 3, അതിന്റെ ഇരട്ടി നമ്പർ ഉള്ള ആൽക്കൈനാണ് കിട്ടുന്നത്. ഞാൻ എടുത്ത ആസിഡ് 1, 2, 3, 4 കാർബൺ ഉള്ള ആസിഡാ. അപ്പൊ അതിന്റെ 1 ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ബാക്കി 3 എണ്ണത്തിന്റെ ഇരട്ടി നമ്പർ ഉള്ള ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. അപ്പൊ കോൾസ് മനസ്സിലായോ? മനസ്സിലായി സാർ. കോൾസിന്റെ പ്രത്യേകത ഈവൻ നമ്പറേ കിട്ടത്തുള്ളൂ. ഹൈഡ്രോ കാർബൺ കിട്ടും, പക്ഷെ അത് ഈവൻ നമ്പറേ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ് പാരന്റ് കോമ്പൗണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ നെയിം റിയാക്ഷൻ ആദ്യമേ പറയുമ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ പിന്നീട് ഒന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സാറ് പറഞ്ഞത് എന്ന് ഓർത്തിരിക്കണം. സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡ്. ഇനി എടുക്കുന്ന സോഡിയം സാൾട്ടോ കാർബോസിലിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ 4 കാർബൺ, അതിന്റെ ഒരെണ്ണം കുറയുമ്പോൾ 3, അതിന്റെ ഇരട്ടി നമ്പർ.
ഇപ്പൊ കിട്ടുന്നത് ഹെക്സൈൻ ആണ് കേട്ടോ. ഞാൻ എടുത്തത് 4 കാർബണുള്ള ആസിഡ്, അതിലൊരെണ്ണം കുറയുമ്പോൾ 3 ഇരട്ടി ഹെക്സൈൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാം, അൺസിമെട്രിക്കൽ ആണോ എടുക്കുന്നെങ്കിൽ? അൺസിമെട്രിക്കൽ ആയി എടുക്കുന്നെങ്കിൽ ആസിഡ് അൺസിമെട്രിക് 2 ടൈപ്പ് ആസിഡ് എടുക്കുവാണെങ്കിൽ ഇലക്ട്രോളിസിസ് ഒക്കെ നടത്താം. പക്ഷെ മിക്സർ ഓഫ് ആൽക്കൈൻ കിട്ടും. കോൾസില് അൺസിമെട്രിക്കൽ ആൽക്കൈൻ നിർമ്മിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പറ്റും, പക്ഷെ എന്താ പ്രശ്നം? മിക്സർ ഓഫ് ആൽക്കൈൻസ് കിട്ടും. കോൾസ് കോൾസില് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം. കോൾസ് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനോഡിൽ കിട്ടുന്നത് എന്ത്, കാഥോഡിൽ കിട്ടുന്നത് എന്ത്, പി എച്ച് എന്താണ്? ഇപ്പൊ കോൾസിനെ കുറിച്ച് ക്ലിയർ ആയി. ഇപ്പൊ റൂട്ടിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിപ്പി പോകുന്നത്. സോഡിയം സാൾട്ട്, അക്വസ്, അതിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആനോഡില് ഇവിടെ 6 ആയതുകൊണ്ട് R കാർബൺ ഡൈ ഓക്സൈഡ്, കാഥോഡില് ഹൈഡ്രജൻ, സൊല്യൂഷനിൽ NaOH റിമെയിൻ ചെയ്യും. അതുകൊണ്ട് pH ഗ്രേറ്റർ ദാൻ 7. ഇത്ര ഓർത്തിരിക്കുക. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് കോൾസ്. ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയിൽ അറിയാവുന്ന ഒരാൾക്ക് ആ ഒരു റിയാക്ഷൻ അതിനകത്ത് എപ്പം ചോദിച്ചാൽ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. സോഡിയം സാൾട്ട് കാർബോസിലിക് ആസിഡ് ആണ്. അതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആനോഡിൽ എന്നാ കിട്ടുന്നത്? ഇതിനേക്കാൾ 1 കാർബൺ കുറഞ്ഞതിന്റെ ഇരട്ടി നമ്പറുള്ള ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും, കാഥോഡിൽ കിട്ടുന്ന ഹൈഡ്രജനുമാണ്. ഇങ്ങനെയാണ് മെയിൻ റിയാക്ഷൻ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതല്ല, കുറച്ചുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഒരു എക്സാമ്പിളിലേക്ക് പോവുക. സ്വന്തമായിട്ട് പ്രോഡക്റ്റ് എഴുതി നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ കളയുക. ബാക്കി ഹൈഡ്രോ കാർബൺ 1, 2, 3, 4 4 ഇരട്ടി ഓക്കെ 8 ഉള്ളത്. അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, കാഥോഡിൽ ഹൈഡ്രജൻ, അവിടെ സൊല്യൂഷനിൽ NaOH. ദാറ്റ്സ് ഓൾ. കോൾസ് റിയാക്ഷൻ. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സമയം കിട്ടുമെന്നുള്ള ചോദ്യം വരാം. സമയമൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കുക, കോൾസ് എന്തിനുള്ളതാ? കാർബോസിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കാനുള്ളതാ. കാർബോസിലിക് ആസിഡിനകത്ത് എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ 1 കാർബൺ കുറഞ്ഞ നമ്പറിന്റെ ഇരട്ടി നമ്പറുള്ള ഹൈഡ്രോ കാർബൺ ആൽക്കൈൻ കിട്ടും. 2 ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. ഡീകാർബോസിലേഷൻ റിയാക്ഷൻ വീണ്ടും അഗെയിൻ ഞാൻ ഒരു ആസിഡ് എടുത്തു. ആ ആസിഡിനെ സോഡിയം സാൾട്ട് ആക്കി. അപ്പൊ തന്നിരിക്കുന്ന സോഡിയം സാൾട്ടിലോട്ട് ഡീകാർബോസിലേറ്റ് ചെയ്യാനായിട്ട് സോഡ ലൈം ആഡ് ചെയ്യുന്നു. സോഡ ലൈം കോസ്റ്റിക് സോഡയും ലൈംസ്റ്റോൺ, കോസ്റ്റിക് സോഡ പ്ലസ് ലൈംസ്റ്റോൺ മിക്സറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. അപ്പൊ നോക്കിയേ, ഇത്രയും പേരങ്ങ് എലിമിനേറ്റ് ആയി. Na2CO3 ഇവിടുന്ന് എലിമിനേറ്റ് ആയി. അപ്പൊ 1 കാർബണേറ്റ് ആയിട്ട് എലിമിനേറ്റ് വരും. അപ്പൊ ഇവിടുത്തെ ആസിഡിലെ 1 കാർബൺ, അതാ ഡീകാർബോസിലേഷൻ എന്ന് പറയുന്നത്. ബാക്കി CH3 CH2 ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. CH2 പിന്നെ H കൂടെ വരുമ്പോഴത്തേക്ക് അത് CH3 ഉണ്ട്. ഇവിടെ നോക്ക്, എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ 1 കുറഞ്ഞ ഹൈഡ്രോ കാർബൺ ഉണ്ട്. എത്ര കാർബൺ ഉള്ള ആസിഡ് ആണോ അതിനേക്കാൾ 1 കാർബൺ കുറഞ്ഞ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഇതാണ് ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. അപ്പൊ 2 പറഞ്ഞോളൂ. കാർബോസിലിക് ആസിഡിന്റെ 2 മെത്തേഡ്, 2 നെയിം റിയാക്ഷൻ. അപ്പൊ കാർബോസിലിക് ആസിഡിനെ 2 രീതിയിൽ ആൽക്കൈൻ ആക്കാൻ 2 നെയിം റിയാക്ഷൻ. ഞാനങ്ങ് നിർത്തുകയാണ്. കാർബോസിലിക് ആസിഡ് സോഡിയം സാൾട്ട് ആക്കണം. അപ്പൊ തന്നിരിക്കുന്ന സോഡിയം സാൾട്ടിനകത്തോട്ട് അക്വസ്, അതിനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇരട്ടി നമ്പർ ഉള്ളത് കിട്ടി, തീർന്നു. കോൾസ് കിട്ടുന്നത് ആനോഡിലാണ്. ഇവിടെ ഡീകാർബോസിലേറ്റ് ചെയ്യാൻ സോഡ ലൈം ആഡ് ചെയ്യണം. സോഡ ലൈം ആഡ് ചെയ്യുന്നു. അപ്പം ഹൈഡ്രോ കാർബൺ 1 കാർബൺ കുറഞ്ഞു.
കോൾസിൽ ഒരിക്കലും മീഥേൻ നിർമ്മിക്കാൻ പറ്റത്തില്ല. കോൾസിൽ ഒരിക്കലും മീഥേൻ നിർമ്മിക്കാൻ പറ്റത്തില്ല. അതാണ് കോൾസിന്റെ പ്രത്യേകത. നോക്ക്, കാർബോസിലിക് ആസിഡിനെ സോഡിയം സാൾട്ട് ആക്കി, ആ സോഡിയം സാൾട്ടിലോട്ട് സോഡ ലൈം ആഡ് ചെയ്തു. സോഡ ലൈം ആടിയപ്പോഴത്തേക്ക് Na2CO3 എലിമിനേറ്റ് ചെയ്തിട്ട് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. ഒരെണ്ണം കുറവുള്ള ഹൈഡ്രോ കാർബൺ, ദാറ്റ് ഈസ് കോൾഡ് ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. എന്നെ വിളിക്കുന്നവരാണ് ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. ഡീകാർബോസിലേഷൻ റിയാക്ഷൻ. അപ്പം രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ആ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. കോൾസിന്റെ പ്രത്യേകത പേരന്റിനേക്കാൾ ഒരു കാർബണിന്റെ കുറവിന്റെ ഇരട്ടി നമ്പറുള്ള ആൽക്കീനും, രണ്ടാമത്തത് എപ്പോഴും ഒരു കാർബൺ കുറഞ്ഞ ആൽക്കീനും. അപ്പൊ കാർബോസിലിക് ആസിഡിനകത്ത് ഈവൻ നമ്പർ ഉള്ളതേ കിട്ടത്തുള്ളൂ. ഡീകാർബോസിലേഷനും കോൾസും പറഞ്ഞത്. അപ്പൊ കാർബോസിലിക് ആസിഡിനെ എങ്ങനെ ഹൈഡ്രോ കാർബൺ ആക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. റിപ്ലൈ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആവുമോ നെയിം റിയാക്ഷൻ? ക്ലിയർ ആണ് സർ. ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. നെയിം റിയാക്ഷൻ ആൽക്കേന്റെ രണ്ട് നെയിം റിയാക്ഷൻ പറഞ്ഞ കാർബോസിലിക് ആസിഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന കേസാണ് പറഞ്ഞ്, കാർബോസിലിക് ആസിഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന കേസാണ് പറഞ്ഞ്. ഡീകാർബോസിലേഷൻ കോൾസ്. കോൾസിന്റെ പ്രത്യേകത ആനോഡിലാണ് ആസിഡ് കിട്ടുന്നത്. കിട്ടുന്ന ആസിഡിനകത്ത് എടുത്ത കാർബോസിലിക് ആസിഡിനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞതിന്റെ ഇരട്ടി, മറ്റെടുത്ത് ഒരു കാർബൺ കാർബൺ കുറഞ്ഞ ആൾക്ക്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സെഷനും നമുക്ക് ടൈം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നെയിം റിയാക്ഷൻ ആൽക്കൈന്റെ റൂട്ട് മാപ്പാണ് പഠിപ്പിക്കുന്നത്. അടുത്ത സെഷനിൽ ആ റൂട്ട് മാപ്പ് കൂടെ പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് കയറാൻ ശ്രമിക്കുക. നെയിം റിയാക്ഷൻ പറയുമ്പോ സ്പീഡ് കുറവ് എന്ന് തോന്നും, റിപ്പീറ്റേഴ്സ് കഴിഞ്ഞ് റിപ്പീറ്റ് കുഴപ്പമില്ല, ഞാൻ തീർത്തു തരാം. ജസ്റ്റ് എങ്ങനെ നെയിം റിയാക്ഷൻ പഠിക്കാമെന്ന് പറഞ്ഞു തരിക. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തത് നെയിം റിയാക്ഷൻ എങ്ങനെ സോർട്ട് ചെയ്യാം, എങ്ങനെ പഠിക്കാം. അപ്പൊ ഒരു റൂട്ട് എടുത്തിട്ട് അതിനകത്ത് ഏതൊക്കെ നെയിം റിയാക്ഷൻ, ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു ആൽക്കൈനകത്ത് ഏതൊക്കെ നെയിം റിയാക്ഷൻ വരും? സെബേഷ്യർ ആൻഡ് സെൻട്രൻസ്, കോറി ഹൗസ് സിന്തസിസ്, ഫ്രങ്ക്ലാൻഡ് റിയാക്ഷൻ, ഉൾസ് റിയാക്ഷൻ, കോൾസ്, ഡീകാർബോസിലേഷൻ, ക്ലമൻസൺ, ഓർക്കിഷൻ. അങ്ങനെ 9 നെയിം റിയാക്ഷൻ ആൽക്കൈന്റെ പ്രിപ്പറേഷനകത്ത് വരുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാം, പേരന്റ് കോമ്പൗണ്ടും കിട്ടുന്ന കോമ്പൗണ്ടും അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ 2 നെയിം റിയാക്ഷൻ പറഞ്ഞു. ഏതൊക്കെയാ? കോൾസും ഡീകാർബോസിലേഷൻ. കോൾസിൽ പേരന്റ് ആരാ? സോഡിയം സാൾട്ട് ഓഫ് ആസിഡ്. ആ തന്നിരിക്കുന്ന സോഡിയം സാൾട്ട് ഓഫ് ആസിഡിനേക്കാൾ ഒരു കാർബൺ കുറയും, അതിന്റെ ഇരട്ടി നമ്പറുള്ള ഹൈഡ്രോ കാർബൺ കിട്ടും. ഡീകാർബോസിലേഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ആസിഡിനേക്കാൾ ഒരു കാർബൺ കുറഞ്ഞ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഇനി കോൾസിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക സോഡിയം സാൾട്ടിലോട്ട്. ഡീകാർബോസിലേഷൻ ആകുമ്പോൾ സോഡ ലൈം വരും. അപ്പൊ ഒരു ഹൈഡ്രോ കാർബൺ കണ്ട് അതിനകത്ത് സോഡ ലൈം തന്ന്, അല്ല ഒരു സോഡിയം സാൾട്ട് തന്ന് അതിനകത്ത് ഒരു സോഡ ലൈം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഹൈഡ്രോ കാർബൺ ആക്കുക. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പാരന്റ് കോമ്പൗണ്ട് ആണ് ആൽക്കൈൽ ഹാലൈഡ്. സെക്കൻഡ് പാരന്റ് കോമ്പൗണ്ട് ആണ് ഞാൻ പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് RX എത്ര മെത്തേഡ് ഉണ്ടെന്ന് നോക്കിയാൽ 4 മെത്തേഡ് ഉണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കാൻ. ഒന്ന് നിങ്ങൾ പറഞ്ഞ ഉൾസ് റിയാക്ഷൻ, 2 നിങ്ങൾ പറയും റിഡക്ഷൻ എന്ന് പറയും, പിന്നെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസിലുള്ള റിയാക്ഷൻ, പിന്നെ പറഞ്ഞ ഫ്രങ്ക്ലാൻഡ് റിയാക്ഷൻ. ഇങ്ങനെ 4 എണ്ണം വരുന്നു. അതിനകത്ത് 2 നെയിം റിയാക്ഷൻ ഉൾസും വരുന്നു, ഫ്രങ്ക്ലാൻഡും വരുന്നു. അപ്പൊ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന റിയാക്ഷൻ ആണ് ഉൾസും ഫ്രങ്ക്ലാൻഡും. അപ്പൊ ഉൾസ് എന്ന് പറയുമ്പോഴേ ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രോ കാർബൺ ആവും, ഫ്രങ്ക്ലാൻഡ് എന്ന് പറഞ്ഞാലും ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രോ കാർബൺ ആവും. ഓക്കെ, അപ്പൊ ഉൾസ്, ഫ്രങ്ക്ലാൻഡ് ഇത് രണ്ടും ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന നെയിം റിയാക്ഷൻ. അപ്പൊ എഴുതിയിട്ടുള്ളൂ അപ്പുറത്തോട്ട്. ഉൾസ് റിയാക്ഷൻ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന റിയാക്ഷൻ. ഫ്രങ്ക്ലാൻഡ് റിയാക്ഷൻ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കുന്ന റിയാക്ഷൻ. അപ്പൊ ആ ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കാൻ എത്ര മെത്തേഡ്? 4 മെത്തേഡ്. ഒന്ന് ഉൾസ്, ഫ്രങ്ക്ലാൻഡ്, റിഡക്ഷൻ.
പിന്നെ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പൊ ഇത്രയാണ് 4 നിരകൾ. അപ്പം നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകാനുള്ള സമയമായി. നോക്കിക്കോളാം. ഡൗട്ട് ഉണ്ടോ ഈ സെഷനിൽ പറഞ്ഞത്? സംശയം ഉണ്ടോ ആരെങ്കിലും? രണ്ടാമത്തെ പേരന്റ് കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിനെ എങ്ങനെ ആൽക്കീൻ ആക്കാം? ഞാൻ പറഞ്ഞു, ഒന്ന് വുഡ്സ് റിയാക്ഷൻ, രണ്ടാമത്തെ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞ രണ്ടാമത്തെ റിയാക്ഷൻ, സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് Frank-Land reaction, then reduction, then hydrogen iodide in the presence of red phosphorus. അതും റിഡക്ഷൻ ആണ് എങ്കിൽ നോട്ട് ചെയ്യാം. ഹൈഡ്രജൻ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. റിഡക്ഷൻ ഓഫ് അലോക്കെയിൻസ് വിത്ത് ഹൈഡ്രജൻ അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. then ഒരെണ്ണോട് ഉണ്ട്, കോറി ഹൗസ് സിന്തസിസ്. ഇത്രയാണ് ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കാനുള്ള മെത്തേഡ്. അതിനകത്ത് നെയിം റിയാക്ഷൻ വന്നിട്ട് വുഡ്സ് ഉണ്ട്, ഫ്രങ്ക്ലാൻഡ് ഉണ്ട്, കോറി ഹൗസ് ഉണ്ട്. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കുന്ന റിയാക്ഷൻസ് നോക്കാം, ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാടൊന്നും പറഞ്ഞു പോകുന്നില്ല. ടോട്ട് മാർക്ക് നമുക്ക് കിട്ടി. ഒന്ന്, കാർബോക്സിലിക് ആസിഡിനെ ആൽക്കൈൻ ആക്കാൻ പഠിച്ചു. ഞാൻ ഇനി സംസാരിക്കുന്നില്ല. ഇവിടെ എനിക്ക് ആൽക്കൈൽ ഹാലൈഡ് തന്നു, ആൽക്കൈൻ ആക്കണം. വുഡ്സ് ഉണ്ട്, ഫ്രങ്ക്ലാൻഡ് ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, കോറി ഹൗസ്. അതിനകത്ത് കോറി ഹൗസ്, ഫ്രങ്ക്ലാൻഡ്, വുഡ്സ്, ഇത് മൂന്നും നെയിം റിയാക്ഷൻ. അപ്പം ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കുന്ന 3 നെയിം റിയാക്ഷൻ: വുഡ്സ്, ഫ്രങ്ക്ലാൻഡ്, കോറി ഹൗസ്. ഇത് മൂന്നും ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കുന്ന നെയിം റിയാക്ഷൻ ആണ്. ഓർത്തിരിക്കുക, വുഡ്സ്, കോറി ഹൗസ്, ഫ്രങ്ക്ലാൻഡ്. അതിനകത്ത് വുഡ്സ് റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. അതിനെ സോഡിയം ആൽക്കൈൽ ഹാലൈഡ് തന്നെ. അപ്പൊ സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈതർ മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതൊരു 2 ജോലികളാണ്. അല്ലെങ്കിൽ അസറ്റോൺ അല്ലെങ്കിൽ ഈതർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സോൾവെന്റ് ആയിട്ട് എടുക്കും, 2 ബൈ പ്രോഡക്റ്റിനെ പ്രസിപിറ്റേറ്റ് ചെയ്യാനും. ഇവിടെ ഈതർ വരുന്നത് ഒന്ന് ബൈ പ്രോഡക്റ്റിനെ പ്രസിപിറ്റേറ്റ് ചെയ്യാനും, അതായത് ഫോർവേഡ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി. അല്ലെങ്കിൽ സോൾവെന്റ് ആയിട്ട് 2 ജോലികളുണ്ട്. ഒന്ന് സോൾവെന്റ് ആയിട്ടും വരാം, ബൈ പ്രോഡക്റ്റിനെ പ്രസിപിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഫോർവേഡിനെ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കാം ഇത്. നമുക്കിവിടെ ഹൈഡ്രോ കാർബൺ കിട്ടി. ഇപ്പൊ നോക്കി, ഞാൻ എടുത്ത ഏത് ഹൈഡ്രോ കാർബൺ ആണെന്ന് നോക്കിക്കൊള്ളാം. അപ്പൊ ഈതർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്തു. നോക്കുക, ഇരട്ടി നമ്പർ ഉള്ള. അപ്പൊ ഇവിടെ ഇവൻ നമ്പർ ഉള്ളത് കിട്ടുന്നത്, ഇവൻ നമ്പർ ഉള്ളതാ കിട്ടുന്നത്. കണ്ടോ, ഇത് ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിൽ വരും. വുഡ്സ് റിയാക്ഷൻ എവിടെ ഏത് മെക്കാനിസത്തിൽ? ജസ്റ്റ് ഞാൻ പറയാനുള്ളത് ഇവൻ നമ്പറേ കിട്ടത്തുള്ളൂ. വുഡ്സിന്റെ പ്രത്യേകത, ഈതർ മീഡിയത്തിൽ ആൽക്കൈൽ ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായി ട്രീറ്റ് ചെയ്യുന്നു. ഈതർ മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി നമ്പറുള്ള ഹൈഡ്രോ കാർബൺ ആക്കുക, എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി നമ്പറുള്ള ഹൈഡ്രോ കാർബൺ ആക്കുക. ഈവൻ നമ്പറേ കിട്ടത്തുള്ളൂ വുഡ്സിനകത്ത്. ഫ്രീ റാഡിക്കലാണ് മെക്കാനിസം. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ് ഇവിടെ ഇന്റർമീഡിയറ്റ് കിട്ടുന്നത്. അപ്പൊ വുഡ്സിനെ സംബന്ധിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്? പാരന്റ് കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആ ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ 6 ആണെങ്കിൽ സോഡിയം ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇരട്ടി നമ്പറുള്ള ആൽക്കൈനായിട്ട് മാറുന്നു. ഈതർ മീഡിയം സോൾവെന്റ് ആയിട്ടും വരാം, ബൈ പ്രോഡക്റ്റിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഫോർവേഡ് റിയാക്ഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈതർ മീഡിയം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അസറ്റോൺ ഉപയോഗിക്കുന്നത്. ഇന്റർമീഡിയറ്റ് കിട്ടുന്ന ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. മെക്കാനിസം ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്.
ഉൾസ് റിയാക്ഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഉൾസ് റിയാക്ഷൻ, ഉൾസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉൾസ് ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ഈതർ മീഡിയം എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി നമ്പർ. ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറി. This reaction is known as Wurtz reaction. Wurtz reaction. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് Wurtz reaction. ഇതാണ് Wurtz. ഇനി Wurtzന് വേറൊരു പ്രത്യേകത, സിമെട്രിക്കൽ അൺസിമെട്രിക്കൽ ആണ് വരുന്നെങ്കിലോ ഇവിടെ വരുന്ന രണ്ട് വ്യത്യസ്തങ്ങളാണെങ്കിലോ അപ്പുറത്തെ കാർബൺ എണ്ണോ ഇപ്പുറത്തെ കാർബൺ എണ്ണോ വ്യത്യാസമാണെങ്കിലോ ഉൾസിൽ അപ്പുറത്തെ ഇപ്പുറത്തെ കാർബൺ എണ്ണം വ്യത്യാസമാണെങ്കിലോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 CH3 അങ്ങനെ പ്രോഡക്റ്റ് കിട്ടും. പ്ലസ് CH3 CH3 ഇതിന്റെ തന്നെ രണ്ട് പ്രോഡക്റ്റ് കിട്ടും. അപ്പുറത്തതിനും കണ്ടോ ഇതിന്റെ ഇരട്ടി നമ്പർ ഉള്ളത്, ഇതിന്റെ ഇരട്ടി നമ്പർ ഉള്ളത്, പിന്നെ ഒന്ന് മിക്സ് ചെയ്തത്. ഇത്രയും കാറ്റഗറി കിട്ടും. മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. കണ്ടോ എന്നുവെച്ചാ R പ്രോഡക്റ്റ് ഒരെണ്ണം, RR പ്രോഡക്റ്റ് ഒരെണ്ണം, R പ്രോഡക്റ്റ് ഒരെണ്ണം. അതായത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരെണ്ണം, ഇനി ഇതിന്റെ ഒരെണ്ണം, ഇനി ഇതും കൂടെ ചേർന്ന് ഒരെണ്ണം. അങ്ങനെ മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഇവിടുത്തെ കാർബണിന്റെ എണ്ണോ അവിടുത്തെ കാർബണിന്റെ എണ്ണം വ്യത്യാസമാണെങ്കിൽ CC പിന്നെ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ. അപ്പൊ മൊത്തം മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും ഉൾസ് റിയാക്ഷൻ. ഉൾസ് റിയാക്ഷൻ മനസ്സിലായി കാണും. ഉൾസ് റിയാക്ഷൻ പക്ഷെ ഇവിടെ yield കുറവായിരിക്കും. അപ്പൊ ഇതാണ് ഉൾസ് റിയാക്ഷൻ. This is called what? Wurtz reaction. ഇതിനെ പറയുന്ന പേരാണ് Wurtz reaction. ഓക്കെ, അപ്പൊ Wurtz reaction അകത്ത് സോഡിയം ഡ്രൈ ചെയ്തതിന്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി നമ്പർ ഉള്ളതായിട്ട് മാറും. ഇനി അൺസിമെട്രിക്കൽ ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ മിക്സർ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് Wurtz reaction. ഇനി ഫ്രാങ്ക്-ലാൻഡ് റിയാക്ഷൻ. സെയിം സംഭവം തന്നെ, സോഡിയത്തിന് പകരം സിങ്ക് എടുക്കും അത്രേ ഉള്ളൂ. സെയിം സംഭവം തന്നെ, സോഡിയത്തിന് പകരം സിങ്ക് എടുക്കും അത്രേ ഉള്ളൂ. എന്താണോ ഉൾസ് പറഞ്ഞ അത് തന്നെ. ഉൾസില് സോഡിയം ആണെങ്കിൽ ഫ്രാങ്ക്-ലാൻഡില് സോഡിയത്തിന് പകരം സിങ്ക് എടുക്കും. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കാനുള്ള രണ്ടാമത്തെ നെയിം റിയാക്ഷൻ ആണ് ഫ്രാങ്ക്-ലാൻഡ് റിയാക്ഷൻ. ഫ്രാങ്ക്-ലാൻഡ് റിയാക്ഷനിൽ സോഡിയത്തിന് പകരം സിങ്ക് എടുക്കും. ഫ്രാങ്ക്-ലാൻഡ് റിയാക്ഷൻ ആകുമ്പോൾ അവിടെ സോഡിയം എടുക്കുന്നതിന് പകരം ആരെടുത്തു? സിങ്ക് എടുത്തു. Okay, this reaction is called the Frank-Land reaction. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിന്റെ രണ്ട് നെയിം റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ഉൾസ് റിയാക്ഷനും പറഞ്ഞു, ഫ്രാങ്ക്-ലാൻഡും പറഞ്ഞു. ഉൾസ് എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് സോഡിയം പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ആൽക്കൈൻ ആയിട്ട് മാറുന്നത്. അവിടെ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അവിടെ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇനി കോറി ഹൗസ് സിന്തസിസ് ആണുള്ളത്. കോറി ഹൗസ് സിന്തസിസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം. കോറി ഹൗസിൽ വരുന്ന ഒരാളാണ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം. കാണുന്നുണ്ടോ? അതിനകത്തോട്ട് ജസ്റ്റ് ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാം. കോറി ഹൗസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം
പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. സെയിം സംഭവം തന്നെ. നമുക്ക് ആൽക്കൈനായി ഇതാണ് റിയാക്ഷൻ, കോറി ഹൗസ് റിയാക്ഷൻ. ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഡൈ ആൽക്കൈൽ CH3 twice CuLi plus ഇവിടെ CH3 CH2 CH3 plus CH3 Cu plus lithium. ഇതുള്ളൂ, ഒന്ന് മനസ്സിലാക്കല്ല. ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. ഇനി സിമിലർ വേണമെങ്കിലും ആവാം കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. സിമിലറും ആവാം, ഡിസിമിലറും ആവാം. ഈ ഡൈ ആൽക്കൈൽ ഗ്രൂപ്പിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഇത് സെയിം ആവാം, ഡിഫറന്റും ആവാം. അപ്പൊ കോറി ഹൗസ് ഇത്രേ ഉള്ളൂ. ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ മെയിൻ പ്രോഡക്റ്റ് ഇതാ. അപ്പൊ ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും തമ്മിൽ ഒരെണ്ണം വെച്ച് ചേരും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിമിലറോ ഡിസിമിലറോ ഒക്കെ നിർമ്മിക്കാം. കോറി ഹൗസ് സിന്തസിസ്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിന്റെ 3 മെത്തേഡ് ഞാൻ പറഞ്ഞു. നെയിം റിയാക്ഷൻ 3 എണ്ണം പറഞ്ഞു. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കാനുള്ള നെയിം റിയാക്ഷൻ. ഇത് ഡ്രൈ ഈതർ ആണ് കേട്ടോ, ഇവിടെയും ഡ്രൈ ഈതർ ആണ്. 3 നെയിം റിയാക്ഷൻ പറഞ്ഞു. 1 വൂൾസ് റിയാക്ഷൻ, 2 ഫ്രാങ്ക്ലാൻഡ് റിയാക്ഷൻ, പിന്നെ കോറി ഹൗസ് സിന്തസിസ്. കോറി ഹൗസ് സിന്തസിസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്, കോറി ഹൗസ്. അടുത്ത വൂൾസ്. കോറി ഹൗസ് കഴിഞ്ഞാൽ പിന്നെ വൂൾസ്, വൂൾസ് കഴിഞ്ഞാൽ പിന്നെ ഫ്രാങ്ക്ലാൻഡ്. ഓക്കെ, ഇത് 3 ഞാൻ പറഞ്ഞ 3 നെയിം റിയാക്ഷൻസ്. ഇനി അപ്പൊ ആൽക്കൈൽ ഹാലൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കാനുള്ള 3 നെയിം റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിനെ 3 നെയിം റിയാക്ഷൻ. വൂൾസ്, സോഡിയം, സെയിം ആൽക്കൈൽ ഹാലൈഡ് തീർന്നു. അടുത്ത ഫ്രാങ്ക്ലാൻഡ്, സെയിം സോഡിയത്തിന് വരെ സിങ്ക് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. കോറി ഹൗസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് RR'. അത്രേ ഉള്ളൂ, പഠിക്കാൻ എളുപ്പമാണ്. വൂൾസ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ്. അടുത്ത റിഡക്ഷൻ, ശ്രദ്ധിച്ച് പഠിക്കണം. റിഡക്ഷൻ നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തും. അപ്പൊ അത് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിച്ചിട്ടാണ് റിഡക്ഷൻ നടക്കുന്നതെങ്കിൽ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് സിങ്ക് കോപ്പർ കപ്പിൾ തന്നെ ആണെന്നില്ല. സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ഉപയോഗിക്കാം. ആൽക്കൈൽ ഹാലൈഡിന്റെ റിഡക്ഷൻ നടത്താൻ 2 ഹൈഡ്രജൻ മതി കണ്ടോ. ഒരു ഹൈഡ്രജൻ Xനെ കൊണ്ടുപോകാൻ, ഒരു ഹൈഡ്രജൻ Xന് പകരം കയറാൻ. ആൽക്കൈൽ ഹാലൈഡിനെ സിങ്ക് കോപ്പർ കപ്പിൾ വെച്ച് റിഡക്ഷൻ നടത്തുമ്പോൾ ഒരെണ്ണം ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറി. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് സിങ്ക് കോപ്പർ കപ്പിൾ തന്നെ വേണമെന്നില്ല. Zn in the presence of Sn in the presence of HCl, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഇതിൽ ഏത് റെഡ്യൂസിങ് ഏജന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ ഉപയോഗിക്കാൻ സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് HCl ഉപയോഗിക്കാം, Sn ഇൻ ദ പ്രസൻസ് ഓഫ് HCl ഉപയോഗിക്കാം. ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആണ്. എത്ര കാർബൺ ഉണ്ടോ അത്രയും നമ്പർ ഉള്ള ഹൈഡ്രോ കാർബൺ ആയിട്ടാണ് മാറുന്നത്. റിഡക്ഷൻ. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിനകത്ത് ഇതിൽ ഏത് ഏജന്റ് വന്നാലും കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആക്കുക. ആൽക്കൈൽ ഹാലൈഡിൽ ഏത് ഹൈഡ്രോ കാർബൺ വന്നാലും കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആക്കുക. അതുപോലെ ഇതിലെ റിഡക്ഷൻ എപ്പോഴും റിയാക്ടിവിറ്റി ക്ലീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം RI. Then ക്ലീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ബോണ്ട് RI ബോണ്ടാണ്. റിഡക്ഷൻ ഏറ്റവും എളുപ്പമുള്ള ബോണ്ട് ആൽക്കൈൽ അയഡൈഡ് ആണ്. റിയാക്ടിവിറ്റിയുടെ ഓർഡർ, റിഡക്ഷന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് നോക്കുക. സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്താം,
Zinc in the presence of HCl, Sn in the presence of hydrogen in the presence of red phosphorus. അപ്പോൾ ഇത്രയാണ് reducing agent. Alkyl halide reduction നടത്താൻ ഉപയോഗിക്കുന്ന reducing agent. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം നോർമൽ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിലോ സാറേ നോർമൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ കോംപ്ലക്സ് ഒന്ന് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഇത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൽക്കൈൽ ഹാലൈഡ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആവണമല്ലോ. പ്രശ്നം എന്താന്ന് വെച്ചാ ഈ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻട്രൻസിന് വേണ്ടുന്ന കാര്യം ഞാൻ പറയുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാൻ പറ്റും. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രോകാർബൺ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ആൽക്കീൻ ആയിട്ട് പോകും. അതോ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് അത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ഹൈഡ്രോകാർബൺ ആവും, ടെർഷ്യറി ആൽക്കീൻ ആയിട്ട് മാറും. നിങ്ങൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുമ്പോൾ ഇതാണ് സംഭവം. ഇനി അതല്ല നിങ്ങൾ ഉപയോഗിച്ച സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ സെക്കൻഡറി ടെർഷ്യറി ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹൈൽ ഹാലൈഡ് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോഡിയം ബോറോഹൈഡ്രൈഡ് ആണ് നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡിനെ ഞാൻ പറഞ്ഞു റിഡക്ഷൻ ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ ആൽക്കൈൽ ആക്കാം ഞാൻ പറഞ്ഞു. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നോർമൽ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സംശയം വരാം സാറേ നോർമൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇതാ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഇതാ. അപ്പൊ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തരുന്നത് പ്രൈമറിയോ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾക്ക് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഹൈഡ്രോകാർബൺ എഴുതാം. പക്ഷെ ടെർഷ്യറിയാ തരുന്നെങ്കിൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡാ തരുന്നെങ്കിൽ തെറ്റിപ്പോവാൻ സാധിക്കും, ആൽക്കീനെ കിട്ടത്തുള്ളൂ. പക്ഷെ സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ സെക്കൻഡറി ടെർഷ്യറി പറ്റും, പ്രൈമറി നോട്ട് യൂസ്. കണ്ട പ്രശ്നം അതാ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഈസി ആയിട്ട് റിഡക്ഷൻ നടത്താൻ പറ്റും. സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി ടെർഷ്യറി പറ്റും, പ്രൈമറി പറ്റത്തില്ല. അതൊന്ന് എഴുതിയിട്ട് തന്നെ പഠിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം രണ്ടു പേരെ റിഡക്ഷൻ നടത്താൻ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി 3 പേരെ റിഡക്ഷൻ നടത്താൻ പറ്റുന്ന ഏജന്റ് ഉണ്ടോ? ഉണ്ട്. ട്രൈഫിനൈൽ ഫിനൈൽ ഗ്രൂപ്പ് ഫിനൈൽ ഗ്രൂപ്പാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ സെക്കൻഡറി ടെർഷ്യറിയെ നമുക്ക് ഉണ്ടാക്കി മാറ്റാം, ഹൈഡ്രോകാർബൺ ആക്കി മാറ്റാം. പ്രൈമറിയെയും സെക്കൻഡറിയെയും ടെർഷ്യറിയെയും നമുക്ക് എന്താക്കി മാറ്റാം, ഹൈഡ്രോകാർബൺ ആക്കി മാറ്റാം. ഏത് പേരിൽ? ട്രൈഫിനൈൽ SN H. ഞാൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ആൽക്കൈൽ ഹാലൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആവും. നിങ്ങൾ റെഡ്യൂസിങ് ഏജന്റ് ഏത് ഉപയോഗിക്കാം? അതിനെ ഞാൻ പറഞ്ഞു സിങ്ക് കോപ്പർ കപ്പിൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആൽക്കൈൽ ഹൈഡ്രോകാർബൺ എഴുതിക്കോ. Zn in the presence of HCl, Sn in the presence of HCl ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഹൈഡ്രോകാർബൺ എഴുതിക്കോ, ഞാൻ ഒന്നും പറയുന്നില്ല. അവിടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ പെട്ടെന്ന് തരുന്നത് ആൽക്കൈൽ ഹൈഡ്രൈഡാ, പിന്നെ ബ്രോമൈഡ്, ദെൻ ക്ലോറൈഡ്, ദെൻ ഫ്ലൂറൈഡ്, ഈ ഓർഡറിൽ പ്രോഡക്റ്റ് തരും. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡിനെ ഒന്ന് നോക്കിക്കോണം. അത് പ്രൈമറിയോ സെക്കൻഡറിയോ ആണെങ്കിൽ ഈസി ആയിട്ട് റിഡക്ഷൻ നടക്കും. നിങ്ങൾക്ക് തരുന്നത് സോഡിയം ബോറോഹൈഡ്രൈഡ് ആണെങ്കിൽ അവിടെ സെക്കൻഡറിയും ടെർഷ്യറി ഈസി ആയിട്ട് റിഡക്ഷൻ നടക്കും. നിങ്ങൾക്ക് തരുന്നത് എല്ലാവരും റിഡക്ഷൻ നടത്താൻ പറ്റും.
അപ്പൊ റിഡക്ഷനകത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്തവരൊന്നും ഇല്ല. അപ്പൊ ഞാന് ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈനാക്കുള്ള മെത്തേഡാ പറഞ്ഞേ. വൂൾസ് റിയാക്ഷൻ. വൂൾസിനകത്ത് ശ്രദ്ധിക്കണം, രണ്ടും സിമിലർ ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ പ്രശ്നമില്ല. അവിടുത്തെ ആൽക്കൈൽ ഹാലൈഡും ഇപ്പുറത്തെ ആൽക്കൈൽ ഹാലൈഡ് വേറെ വേറെ ആണെങ്കിൽ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് തരും. ഫ്രാങ്കൽ ആൻഡ് വൂൾസിലെ സോഡിയത്തിന് പകരം സിങ്ക് ഉപയോഗിച്ചിരിക്കുന്നു. കോറി ഹൗസ് ഡൈ ആൽക്കൈൽ കോപ്പർ ലിഥിയം പ്ലസ് ആൽക്കൈൽ ഹാലൈഡ് ആണ് കോറി ഹൗസ് സിന്തസിസ്. ഇവിടെ റിഡക്ഷൻ. ഇത്രയാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്സ്. ഇനി ഒറ്റ മെത്തേഡിലൂടെ ഞാൻ നിർത്തുകയാണ്, ആൽക്കൈൽ അയഡൈഡ്. അത് മാത്രമേ ഉള്ളൂ. റെഡ് ഫോസ്ഫറസ് 425 കെൽവിൻ ചെയ്ത് അത് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ആൽക്കൈൽ അയഡൈഡ് പ്ലസ് ഹൈഡ്രജൻ അയഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, അത് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ആൽക്കൈൽ അയഡൈഡ് ഇപ്പൊ തന്നിരിക്കുന്ന ഒരു ആൽക്കൈൽ അയഡൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ അയഡൈഡ് റെഡ് ഫോസ്ഫറസ് 425 കെൽവിൻ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. അപ്പൊ ഞാൻ റൂട്ട് ഒക്കെ എഴുതി നിർത്തുക. വുഡ്സ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ്, റിഡക്ഷൻ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള റിഡക്ഷനകത്ത വുഡ്സ്, ഫ്രാങ്ക്ലാൻഡ്, കോറി ഹൗസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. റിഡക്ഷൻ. പിന്നെ ഒരെണ്ണം HI in the presence of red phosphorus. 1 2 3 4 5 മെത്തേഡ്. റൂട്ട് വരയ്ക്കാൻ അറിയാം. വുഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പുറത്തോട്ട് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്രാങ്ക്ലാൻഡ് എന്തുവാ? വുഡ്സിനെ പോലെ തന്നെ. കോറി ഹൗസ് എന്താ? റിഡക്ഷൻ എന്താ? ഓക്കെ, ഒരു നിമിഷം. 2 പേർക്കുള്ള മെത്തേഡ്, ആൽക്കൈൻ ആക്കുന്ന മെത്തേഡാണ് പഠിപ്പിച്ചത്. ആ 2 മെത്തേഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ് സർ. ഓക്കെ, ക്ലിയർ ആണ് സർ. ഗൗതം. ഓക്കെ, ഫേബ. എന്തോ സർ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അഫിരാം. ഓക്കെ, രണ്ടു പേരുടെ മെത്തേഡാണ് പറഞ്ഞത്. അത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കാർബോക്സിലിക് ആസിഡ് എന്താ രണ്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് നമ്മൾ നോക്കുക. നമുക്ക് അന്ന് ചെയ്തതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ബാക്കി റൂട്ടിലോട്ട് വരാം. എന്താ പോരെ? അതെ സാർ. ക്വസ്റ്റ്യൻ നമ്പർ എത്ര വരെ ചെയ്തു? ഓക്കെ, 20 ചെയ്തോ? ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21.
Which of the following question എടുത്തു കയ്യിലുണ്ടോ? ഉണ്ട് സർ. ഉണ്ട് സർ. ഉണ്ട് സാർ. എടുത്തോ. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 21. The correct, which of the following statement is incorrect? Which of the following statement is incorrect എന്ന് വെച്ചിരിക്കുന്നത്. The rate of reaction increases with increase in water concentration in the hydrolysis of tertiary butyl bromide in methanol and water. Hydrolysis of tertiary butyl bromide in methanol and water. The reactivity, the relative nucleophilicity in protic solvent. Nucleophilicity ആണ് ചോദിച്ചേക്കുന്നത്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് nucleophilicity. Nucleophilic character opposite ആണ് nucleophilicity. In SN2 reaction, the order of reactivity of alkyl halides in the order methyl, primary, secondary. SN2 reaction involves carbonium ion. Incorrect statement ആണ് ചോദിച്ചേക്കുന്നത്. SN2 reaction involves carbonium ion. SN2 reaction, the order of reactivity is in the order. അപ്പൊ ആ ക്വസ്റ്റ്യനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ആണോ? അവിടെ അതങ്ങ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സി ഉണ്ട്. ഇൻകറക്റ്റ് അങ്ങ് മാറ്റി കറക്റ്റ് ആക്കിക്കോ. SN2 ഓർഡർ അങ്ങനെ തന്നെയല്ലേ? SN2 ഇന്റർമീഡിയറ്റ് ഉണ്ടാവത്തില്ലല്ലോ. SN2 ഇന്റർമീഡിയറ്റ് ഉണ്ടാവോ? SN2 എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക. ട്രാൻസിഷൻ സ്റ്റേറ്റ് പിന്നീട് പ്രോഡക്റ്റ് ആയിട്ട് മാറുക. ഞാൻ ആ ഹാലോ കോമ്പൗണ്ട് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യൻ റൗണ്ട് ചെയ്തിട്ടോ. ഹാലോ കോമ്പൗണ്ട് പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. For the reaction of phenol with chloroform in presence of KOH. നിങ്ങൾ അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? റിപ്പീറ്റർ എടുത്ത് ചോദിക്കാം. ഫീനോൾ പ്ലസ് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് KOH. ഇൻ പ്രസൻസ് ഓഫ് NaOH കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇല്ല. ഉണ്ട്. എവിടെ? ഏത് നെയിം? ഏതാ? കോൾസ് റിയാക്ഷൻ ആണ്. ആ അയ്യോ സാർ, റൈമർ ടൈം. ശരി. ഇതല്ലേ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ കിട്ടുന്നത് പിന്നെ റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോഴല്ലേ ആൾഡിഹൈഡ് ആയിട്ട് മാറുന്നേ. ആണോ? ആണോ? അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് ഇവിടെ കിട്ടിയ ഇലക്ട്രോഫൈൽ ഏതാ? ഇവിടെ കേറി ഇലക്ട്രോഫൈൽ ഏതാ? ഇവിടെ CHCl2 അല്ലേ? CHCl2 അല്ലേ? ആ CH ഇവിടുത്തെ H ആണ്. ഇവിടെ നോർമൽ ഉള്ള H ആണ്. അതൊന്നും മാത്രം നോക്കണം നമ്മൾ. പറഞ്ഞോ. CCl. CCl2. അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 23. കറക്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി order is the correct nucleophilicity order is nucleophilicity ഏറ്റവും കുറവ് F- നാണ്.
ന്യൂക്ലിയോഫിലിസിറ്റി. ഫ്ലൂറിനെ ഒരു ന്യൂക്ലിയോഫൈലിന് വന്നിട്ട് ഫ്ലൂറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഫ്ലൂറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ന്യൂക്ലിയോഫൈലിന് വന്നിട്ട് ഫ്ലൂറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലൂറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലൂറിന് ന്യൂക്ലിയോഫിലിസിറ്റി കുറവാണ്. അപ്പൊ ന്യൂക്ലിയോഫിലിസിറ്റി ഏറ്റവും കുറവായിരിക്കാം തന്നിരിക്കുന്നതിനകത്ത്. ഏറ്റവും കുറവായിരിക്കാം ഫ്ലൂറിൻ. ഫ്ലൂറിൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഒരൊറ്റ ഓപ്ഷൻ ഉള്ളോടെ ഏതാ? സി. ബി വരാം. പക്ഷെ ബിയിലാണ് സിമിലർ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. OH മൈനസിന്റെ ഫ്ലൂറിന്റെ സിമിലർ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. സിയിലോട്ട് നോക്കി. ഓപ്ഷൻ സി കണ്ടോ? ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. The change in the state of hybridization. ഫസ്റ്റ് CO അമൈഡ് ആണ്. അമൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് C ഡബിൾ ബോണ്ട് NH2 ആണ് അമൈഡ്. സിഗ്മ ബോണ്ട് sp2 ആണ്. അമൈഡിൽ sp2 ആണ്. അമൈഡ് ഇപ്പുറത്ത് വന്നിട്ട് CH3 C ട്രിപ്പിൾ ബോണ്ട് ആണ്. C ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ sp ആണ്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് sp2 to sp ആണ്. അതെല്ലാവർക്കും അറിയാം. അമൈഡിൽ CO NH2 അതിൽ 3 സിഗ്മ ബോണ്ടേ ഉള്ളൂ. sp2 ആണ്. sp2 ചേഞ്ചസ് ടു sp. ഓക്കെ. ആരോമാറ്റിസിറ്റി ആണ് ചോദിക്കുന്നത്. പ്ലാനാർ മോളിക്യൂൾ വിത്ത് 4n+2 പൈ ഇലക്ട്രോൺ. 25ാമത്തെ ക്വസ്റ്റ്യൻ 4n+2 പൈ ഇലക്ട്രോൺ. അപ്പൊ 4n+2 പൈ ഇലക്ട്രോൺ വരുന്നത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. പക്ഷെ എയിൽ ഡീലോക്കലൈസർ അല്ല കേട്ടോ. എയിൽ നമുക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പൈ ഇലക്ട്രോണിന് ചേഞ്ച് ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷെ ബിയിൽ ചേഞ്ച് ഉണ്ടാകാൻ പറ്റും. ബിയിൽ ഡീലോക്കലൈസേഷൻ പറ്റും. എയും ബിയും തമ്മിലുള്ള പ്രശ്നം 4x1+2 6 പൈ ഇലക്ട്രോൺ. ഓക്കെ. 4n+2 പൈ ഇലക്ട്രോൺ. 4n+2 പൈ ഇലക്ട്രോൺസ് ആണ് വേണ്ടുന്നത്. അപ്പൊ റിംഗിന്റെ എണ്ണം 1 കൊടുക്കാം. അപ്പൊ 4x1+2 4+2 6 പൈ ഇലക്ട്രോൺ. എ ഓപ്ഷനിലും 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. ബി ഓപ്ഷനിലും 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ എയിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്ക്. റിംഗ് ഡബിൾ ബോണ്ട് മാറ്റിയിടാൻ പറ്റത്തില്ല. അതായത് റെസൊണൻസ് പറ്റത്തില്ല. ഡീലോക്കലൈസ്ഡ് അല്ല എ. പക്ഷെ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ഉണ്ടായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് മാറാൻ പറ്റും. അപ്പൊ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള പൈ ഇലക്ട്രോൺ ഉള്ളത് ബിയിൽ മാത്രം. സോ ദ ആൻസർ ഈസ് ബി. സോ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പറയാം. 25 ക്വസ്റ്റ്യൻ പറഞ്ഞത് സമയം തീരാറായതുകൊണ്ടാണ്. സോ ആൽക്കൈന്റെ റൂട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് സ്ലോ ആയതിന്റെ കാര്യം തന്നെ റൂട്ട് എങ്ങനെ പഠിക്കാന്നുള്ളതാണ്. പക്ഷെ അടുത്ത ദിവസം അടുത്ത ക്ലാസ് പറയുമ്പോഴത്തേക്ക് സ്ലോ ആകത്തില്ല. ഹൈഡ്രോകാർബൺ മൊത്തം പറഞ്ഞു തീർക്കും. ആൽക്കീനും ബെൻസീനും പറഞ്ഞു തീർക്കും. ശ്രദ്ധിച്ച് പഠിക്കുക. റൂട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർഗാനിക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാം. റൂട്ട് നമ്മൾ പഠിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇന്ന് പഠിച്ച കാര്യം ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി. ഡീകാർബോസിലേഷൻ, കോൾസ്, ഫ്രെങ്കൽ ആൻഡ് വുഡ്സ്, കോറി ഹൗസ് നെയിം റിയാക്ഷൻ എന്നതാണ്. ആ നെയിം റിയാക്ഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഏറ്റവും ലാസ്റ്റ് പഠിച്ച ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഒരു ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് ഹൈഡ്രജൻ അയൺ റെഡ് ഫോസ്ഫറസ് 425 കെൽവിൻ. കണ്ടോ? ഒരു ആൽക്കൈൽ ഹാലൈഡ് ഹൈഡ്രജൻ അയനൈഡ് റെഡ് ഫോസ്ഫറസ് 425. ഇത് ഉണ്ടെങ്കിലേ നിങ്ങൾ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ എഴുതാവൂ. ഇല്ലെങ്കിൽ നൺ ഓഫ് ദ പ്രോഡക്റ്റ്. 425 കെൽവിൻ ഹൈഡ്രജൻ അയനൈഡ് റെഡ് ഫോസ്ഫറസ്. ഇങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് റിയാക്ഷൻ പഠിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല ഓർഗാനിക് പഠിച്ചത്. ഓക്കെ. അപ്പോഴ് റൂട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഓർഗാനിക് ഇനി ക്ലാസ്സിൽ കയറിയാലും നമുക്ക് പഠിക്കാനുള്ള ഒന്ന് നെയിം റിയാക്ഷൻ റൂട്ട് പഠിക്കുക. ആ റൂട്ട് പഠിച്ചതിന് ശേഷം നെയിം റിയാക്ഷൻ സോർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ. വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് പിന്നെ ഓർഡർ, റിയാക്ടിവിറ്റിയുടെ ഓർഡർ, അസിഡിക് ആസിഡ് ഓർഡർ. അതാണ് നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് കംപ്ലീറ്റ് ദ ഫോളോയിങ്, ഓർഡർ സജസ്റ്റ് ചെയ്യാൻ. ഇത് ഈ 3 കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ചോദ്യം വരാന്.
അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ 32 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് സോർട്ട് ചെയ്താണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആവും. ഓക്കെ.